നമ്മൾക്ക് ഇനി തിരുവചന ധ്യാനത്തിനായി മുൻപോട്ട് പോകാം. കഴിഞ്ഞ രാത്രിയിൽ കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ് പരിശോധിക്കപ്പെട്ടത്? പാപത്താലല്ല, യേശുവിലൊരു പാപവുമില്ലായിരുന്നു. എന്നാൽ മനുഷ്യനായിരിക്കെ താൻ എങ്ങനെ പരിശോധിക്കപ്പെട്ടു, ആത്മാവിനാൽ നടത്തപ്പെട്ട് കാര്യങ്ങൾ നാം ഇന്നലെ ചിന്തിപ്പാനിടയായി. വളരെ വിശന്നപ്പോൾ സാത്താൻ തൻ്റെ അടുക്കൽ വന്നപ്പോൾ തന്നിലുണ്ടായിരുന്ന ശക്തി ഉപയോഗിക്കാതെ, തന്നിലുണ്ടായിരുന്ന കഴിവ് ഉപയോഗിക്കാതെ ആ വിശപ്പിനെ കർത്താവ് സഹിച്ചു. തനിക്ക് തൻ്റെ ശക്തി ഉപയോഗിച്ച് ആ വിശപ്പിനെ മാറ്റാമായിരുന്നു. തനിക്ക് ഗോപുരത്തിന് മുകളിൽ നിന്ന് ചാടി വലിയ പേരുണ്ടാക്കാമായിരുന്നു. ആ വലിയ പേരിൻ്റെ ആഗ്രഹവും കർത്താവ് അതിനെയും ജയിച്ചു. അങ്ങനെ അവിടെയും സാത്താനവനെ തൊടുവാൻ കഴിഞ്ഞില്ല. അതുകൂടാതെ ഈ ലോകത്തിൻ്റെതായ അനേക വലിയ സ്ഥാനം കൊടുക്കുവാൻ, സമ്പത്തുകൾ കൊടുപ്പാൻ താൻ ശ്രമിച്ചു. ഒടുവിലായി തന്നെ പിടിച്ച് രാജാവാക്കുവാൻ അവരെ ശ്രമിച്ചു. അവിടെയും കർത്താവ് ജയിപ്പാൻ ആ കാര്യത്തിലും താൻ അവസരം കൊടുത്തില്ല. ഒടുവിലായി നാം വായിക്കുന്നത് പത്രോസിൻ്റെ അടുക്കൽ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി നിനക്കങ്ങനെ ഭവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവിടെയും സാത്താനെ മനസ്സിലാക്കി പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ച് നമുക്ക് കേൾപ്പാനിടയായി. ചോദ്യങ്ങൾ ചോദിപ്പാൻ അവസരം തന്നിരുന്നു. എന്നാൽ ചില പ്രിയപ്പെട്ടവർ താമസിച്ചു വന്നതുകൊണ്ട് വീണ്ടും ചോദ്യങ്ങൾ ചോദിപ്പാൻ അവസരമില്ല. വൈകിട്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം. ഇനി ഇതിനെ തുടർന്ന് തന്നെ തൻ്റെ ക്രൂശീകരണത്തോട് അടുത്ത് വരുമ്പോൾ താൻ സഹിച്ച വേദന എന്താണ്, ഹൃദയവേദന എന്നുള്ളത്, ക്രൂശിന്മേൽ താൻ ആണിയടിച്ചപ്പോൾ ഉണ്ടായ ശരീരവേദനയോ അല്ലെങ്കിൽ തന്നെ ചാട്ടവാർ കൊണ്ടടിച്ചപ്പോഴുള്ള വേദനയോ ക്രൂശ് വഹിച്ചുകൊണ്ട് പോകുമ്പോഴുള്ള വേദനയോ നമ്മൾ സാധാരണ ഓർക്കാറുണ്ട്. എന്നാൽ തന്നിലുണ്ടായിരുന്ന ഹൃദയവേദന ഏതെല്ലാമായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാമെങ്കിലും അല്പം കൂടെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതിനായി മത്തായിയുടെ സുവിശേഷം 26:36 മുതൽ 46 വരെ ഒന്ന് വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 26:36 മുതൽ 46. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 36 to 46. അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്നു. ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സെബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ അല്പം നിന്നാട്ട് പിന്നെ നമുക്ക് തുടർന്ന് വായിക്കാം. ഇവിടെ നാം വായിക്കുന്നത് പത്രോസിനെയും സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. കർത്താവിൽ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരെ, ദാസിമാരെ, സഹോദരന്മാരെ, നമ്മൾ പുതിയ വിഷയങ്ങളൊന്നുമല്ല പഠിക്കുന്നത്. നമ്മൾക്കറിയാവുന്ന വിഷയങ്ങൾ ഒന്നുകൂടെ നമ്മളൊന്ന് ശ്രദ്ധയോടെ നോക്കുക. അതുകൊണ്ട് വീണ്ടും നമ്മൾക്ക് പത്രോസിനെയും സെബദിപുത്രന്മാരെയും ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്നും ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. നാം വിചാരിക്കരുത് നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ വരുന്ന വേദനയെ ഓർത്ത് ദുഃഖിച്ചു എന്ന്. വേദനയോ അടികളെയോ ഏറ്റ് ദുഃഖിച്ചുവോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സിഖ് മതത്തിൽപ്പെട്ട എത്ര ഗുരുക്കന്മാരെ വാളുകൊണ്ട് നിർത്തി അറുത്തിട്ടുണ്ട്, അവരത് സഹിച്ചു. അതുപോലെ അവരുടെ കഴുത്ത് വെട്ടിയിട്ടുണ്ട്, അവരത് സഹിച്ചു. അവരുടെ കൈകൾ മുറിച്ചിട്ടുണ്ട്, അവരെല്ലാം സഹിച്ചു. അപ്പോൾ ശരീരവേദനയല്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ എത്ര പ്രാവശ്യം ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ചെറിയ മർദ്ദിച്ചത് എണ്ണമില്ല, എന്നാൽ ക്രൂരമായി മർദ്ദിച്ചത് എനിക്ക് 16 പ്രാവശ്യം ഓർമ്മയുണ്ട്. എത്ര ക്രൂരമായി മർദ്ദിച്ചു, അടിച്ച് താഴെയിട്ട് കാല് വലിച്ചോണ്ട് പോയ എങ്ങനെയുള്ളതുണ്ട്. അന്നൊന്നും എനിക്കത് സഹിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല, വേദന തോന്നിയിരുന്നില്ല. എന്നെ അടിക്കരുതേന്ന് ഒരിക്കലും ഞാൻ ഒരുത്തരോടും പറഞ്ഞിട്ടില്ല. അവരടിച്ചുമ്പോഴും തൊഴിക്കുമ്പോഴും ഇടിക്കുമ്പോഴും ഒന്നും എന്നെ അങ്ങനെ ചെയ്യരുതേന്ന് പറഞ്ഞിട്ടില്ല, കരഞ്ഞിട്ടുമില്ല. അന്നേരമെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കൃപ ലഭിച്ചിരുന്നത് കൊണ്ട് അത് സഹിപ്പാൻ വിഷമമില്ലായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് വേദന ധാരാളമായി ഉണ്ടാകുന്നത്. ഒരു പ്രാവശ്യം എന്നെ ഉദംപൂരിൽ ഞാനൊരു മരത്തിന് ചുവട്ടിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള സുവിശേഷ വിരോധി എല്ലാം കൊണ്ട് എടുത്തുകൊണ്ട് എന്നെ ഒരു മുറിയിൽ കൊണ്ടുപോയി. ഒരു വലിയ മുറിയായിരുന്നു, തയ്യൽക്കാരുടെയൊക്കെ അവിടെ 10-23 പേര് കൂടി എന്നെ ഒരു അരമണിക്കൂറോളം ഫുട്ബോൾ തൊഴിക്കുന്നത് പോലെ തൊഴിച്ചുകൊണ്ടിരുന്നു. ഒരു ഭിത്തിയെന്ന് വേറൊരു ഭിത്തിയിലേക്ക് വലിച്ചെറിയുക, അങ്ങനെ വളരെ വളരെ ക്രൂരമായി അവരേകദേശം അരമണിക്കൂറോളം എന്നെ അങ്ങനെ ഉപദ്രവിച്ച ശേഷം അവരണയ്ക്കുന്ന രീതിയിലായി, അവരിങ്ങനെ അണയ്ക്കുന്ന പോലായി. എന്നിട്ട് ഞാൻ റബ്ബർ പന്ത് പോലെ തന്നെ അവരുടെ മുമ്പിലായിരുന്നു. അവിടുന്ന് 7 കിലോമീറ്റർ നടന്ന് ഞാൻ വീട്ടിൽ വന്നു. ഇത്രയും അടി കൊണ്ടിട്ട് ഇടി കൊണ്ടിട്ടും 7 കിലോ അന്നേരം വന്ന് വീട്ടിൽ വന്നൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേദന തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ കർത്താവ് എന്തുകൊണ്ടാണ് ദുഃഖിച്ചത്? ഇവിടെ എഴുതിയിരിക്കുന്നത് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. കർത്താവ് അങ്ങനെ പോകുമ്പോൾ താൻ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ പണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിരുന്ന യൂദ തന്നെ വിൽക്കുന്നുവല്ലോ, വെറും 30 വെള്ളിക്കാശിന് തന്നെ വിറ്റുവല്ലോ എന്നുള്ള കാര്യം തനിക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ എൻ്റെ ശിഷ്യന്മാരാണല്ലോ എന്നെ വിൽക്കുന്നത്, വെളിയിലുള്ളവരല്ല എൻ്റെ ശിഷ്യന്മാർ, എൻ്റെ കൂടെ ഒന്നിച്ചു പാർത്തവർ ആണല്ലോ എന്നെ വിൽക്കുന്നത്. അവരെന്നെ വിറ്റ് 30 വെള്ളിക്കാശിന് എന്നെ വാങ്ങുകയാണല്ലോ. ഈ യൂദായാണെങ്കിൽ യൂദായുടെ കയ്യിലായിരുന്നു എൻ്റെ പണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. എന്നിട്ടും അവൻ എന്നെ വിൽക്കുന്നല്ലോ എന്നുള്ള മനുഷ്യ സ്വഭാവം ഓർക്കുമ്പോൾ ഹൃദയത്തിൽ എത്രമാത്രം വേദന. അതുകൂടാതെ ഇതേ പത്രോസ് പറയുന്നു, ഞാൻ നിൻ്റെ കൂടെ മരിക്കാൻ ഒരുക്കമാണ്, എന്നാൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഇവനും എന്നെ തള്ളിപ്പറയാനും പ്രാകുവാനും പോകുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ, അതുകൂടാതെ ഞാൻ ഇവിടെ നടന്ന് ഇവിടെയുള്ളതായ രോഗികളെ സൗഖ്യമാക്കി, വിശപ്പുള്ളവർക്ക് ആഹാരം കൊടുത്തു, ഇവരെല്ലാം ഇവനെ ക്രൂശിക്ക എന്ന് പറയാൻ പോകുകയാണല്ലോ. ഈ കാര്യങ്ങളെല്ലാം കർത്താവിനറിയാമായിരുന്നു. അതുകൊണ്ട് തൻ്റെ ഹൃദയം എന്തുമാത്രം ദുഃഖിച്ചു, വേദനിച്ചു, ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെടും. പിന്നെ എൻ്റെയുള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിക്കുകയെന്ന് അവരോട് പറഞ്ഞു. നമ്മുടെ കർത്താവ് പ്രാർത്ഥന മറ്റുള്ളവരെ ആവശ്യപ്പെട്ട ഒരേ ഒരു സ്ഥലം ഇത് മാത്രമാണ്. കാരണം അപ്പോൾ തൻ്റെ ദൈവത്വം താൻ മാറ്റിവെച്ചു. ദൈവത്വം മാറ്റിവെച്ചെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ പാപം തൻ്റെ മേൽ ഏൽക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്വത്തോടുകൂടെ ഇരിക്കുകയാണെങ്കിൽ പാപം വഹിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി സകലരുടെയും പാപം വഹിക്കുവാൻ താനിങ്ങനെ മുൻപോട്ട് വന്നപ്പോഴാണ് കർത്താവ് എൻ്റെയുള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ ഇരുന്ന് എന്നോടുകൂടെ ഉണർന്ന് എന്നോടുകൂടെ പ്രാർത്ഥിപ്പീൻ. കർത്താവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഒരേ ഒരവസരം. എന്നാൽ അപ്പോൾ പോലും കീഴ്പോട്ട് വായിച്ചാട്ട്, പിന്നെ 39 വായിച്ചാട്ട്, 26 മത്തായി 26 39 മുതൽ വായിച്ചാട്ട്. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ വന്നു, അവർ കണ്ണിന് ഭാരം ഏറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ, നാഴിക അടുത്തു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പീൻ, നാം പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ
അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു. എന്നിട്ട് സ്വർഗത്തിലെ പിതാവ് ഒരു മറുപടിയും കൊടുത്തില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ കഷ്ടങ്ങളുടെ ഏറ്റവും കഠിനമായ അവസ്ഥ, ഇത്ര കഷ്ടങ്ങൾ അടുത്തു വന്ന അവസ്ഥ ഇതിനു മുൻപ് കർത്താവിനുണ്ടായിട്ടില്ല. പിതാവിൻ്റെ പ്ലാനിൻ പ്രകാരം സകല മനുഷ്യരുടെയും പാപം തൻ്റെ മേൽ വഹിക്കുവാൻ പോകുകയാണ്. ഇനിയും കർത്താവ് നേരിടേണ്ടതായ കഷ്ടങ്ങൾ എത്രയെല്ലാമുണ്ട്. ഇത്ര കഠിനമായ അവസ്ഥയിലും, ഇത് ഞാൻ പറയാനുള്ള കാരണം, ചില സമയത്ത് നമ്മുടെ വലിയ രോഗമോ പണത്തിൻ്റെയോ മറ്റുള്ള കാര്യങ്ങളുടെ ഏതെങ്കിലും വിധത്തിൽ നാം വളരെയധികം ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കർത്താവ് ഒരു മറുപടി പോലും തരുന്നില്ല എന്ന് വരും. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ആമേൻ. അവന് തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. പ്രിയ ദൈവജനമേ, ചിലപ്പോഴെല്ലാം നാം പ്രാർത്ഥിച്ച് മറുപടി കിട്ടാതിരിക്കുമ്പോഴും ഇടത്തോട്ടോ വലത്തോട്ടോ മാറാ നമ്മുടെ ദൈവത്തിൻ്റെ മേൽ ചാരിക്കൊണ്ടിരിപ്പാൻ നാം കൃപ പ്രാപിക്കണം. നമ്മുടെ കർത്താവിന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിച്ചില്ല. ഒടുവിൽ പറയുന്നു, പിതാവേ നിന്റെ ഹിതം നിറവേറട്ടെ. നമ്മൾ സിയോനിലിട്ട പരിശോധിക്കപ്പെട്ട കല്ലിൻ്റെ കാര്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കല്ലിന്മേൽ പണിയപ്പെടുന്ന എല്ലാ കല്ലുകളും ഇതുപോലെ പരിശോധിപ്പിക്കപ്പെട്ടേ മതിയാകും. നമ്മുടെ വിഷയം സഭയെ ഒരു കെട്ടിടമായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മൂലക്കല്ലാകുന്ന ക്രിസ്തു ഇത്രമാത്രം പരിശോധിക്കപ്പെട്ടുവെങ്കിൽ, കർത്താവിൻ്റെ ദാസിദാസന്മാരെ, സഹോദരന്മാരെ, നാമും ഇതുപോലെ പരിശോധിപ്പിക്കപ്പെട്ടേ കഴിയുകയുള്ളൂ. അങ്ങനെ പരിശോധിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ പോകുന്നുവോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നത്. നമുക്ക് പലപ്പോഴും ഞാൻ അങ്ങനെ പോകും, ഞാൻ ഇങ്ങനെ പോകും എന്നുള്ളതായ പല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, നാം ഇങ്ങനെ പരിശോധിപ്പിക്കപ്പെടുമ്പോൾ നാം പിന്മാറിപ്പോകാനുള്ളതായ അവസ്ഥ നമ്മുടെ മുൻപിലുണ്ട്. 1 പത്രോസ് 1:7 വായിച്ചാട്ട്. 1 പത്രോസ് 1:7. 1 പത്രോസ് 1:7. 1 Peter chapter 1 verse 7. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും. നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കും. ഹല്ലേലൂയ. നാം കർത്താവിനെ, നാം രോഗശാന്തിയിൽ വിശ്വസിക്കുന്നുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ രോഗം വരുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും മരുന്ന് ഉപയോഗിക്കുന്നെങ്കിൽ അത് നിങ്ങൾ തെറ്റ് ചെയ്യുന്നു, അത് പാപമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതിൽ കൂടെ അല്പം കൂടെ ഒരു ഉയർന്ന ആത്മീക അനുഭവമുണ്ട്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയുള്ള അനുഭവത്തിൽ ദൈവമക്കൾ സന്തോഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് കൂട്ടായ്മ കുറയുന്നത് കൊണ്ട്, പണ്ട് കാലങ്ങളിലാണെങ്കിൽ ആരെങ്കിലും രോഗികളായാൽ എല്ലാവരും കൂടെ അടുത്തിരിക്കും. ഞാൻ എൻ്റെ കൊച്ചമ്മ
എൻ്റെ അമ്മച്ചിയുടെ അനുജത്തി കൊച്ചമ്മ മേക്കുഴൂരിൽ പാമ്പ് കടിച്ചു. മൂർഖൻ പാമ്പിനാൽ മൂർഖൻ പാമ്പ് കടിച്ചു. അപ്പോൾ മൂർഖൻ പാമ്പ് കടിച്ചപ്പോൾ അവിടെ അടുത്ത് തന്നെ ഹിന്ദു വിഷകാരിയുണ്ട്. അവിടെ ഒരു ഈടിയയിൽ, ഒരു കയ്യാലയിൽ ഒരു വലിയ മൂർഖൻ പാമ്പുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ആ മൂർഖൻ പാമ്പാണ് കടിച്ചത്. അത് വന്ന് മൂർഖൻ പാമ്പ് കടിച്ചു വന്നു. കൊച്ചമ്മ അങ്ങ് ഈ പീല നിറം, ബ്ലൂ കളർ, അതിനെന്താ പറയുന്നത്, നീല നിറത്തിലായി, ബോധമില്ല. അപ്പോൾ ഞങ്ങൾ കരിങ്കുറ്റിക്ക് ഞങ്ങളെല്ലാം അറിയിച്ചു. മേക്കൂരിലുള്ള വിശ്വാസികളും കരിങ്കുറ്റിക്കലുള്ള വിശ്വാസികളും എല്ലാം കൂടി ഒന്നിച്ചു കൂടി. കൊച്ചമ്മ ബോധമില്ലാതെ കിടക്കുകയാണ്. വിഷകാരി അവിടെ വന്ന്, അടുത്തുള്ളൊരു ഹിന്ദു കുറച്ച് ദൂരെ അവിടെ അടുത്ത് താമസിക്കുന്ന വിഷകാരി, അദ്ദേഹം വിഷകാരിയാണ്, കേൾവിയേറ്റ വിഷകാരിയാണ്. അദ്ദേഹം പറഞ്ഞു, മൂർഖൻ പാമ്പാണ് കടിച്ചത്, മരിച്ചു പോകും. നിങ്ങൾ പറയാമെങ്കിൽ ഞാൻ മന്ത്രമൊക്കെ ചെയ്ത് ഈ പാമ്പിനെ വരുത്തി ഇത് വിഷവിളക്കി കളയാം. അവർ പറഞ്ഞ് സാരമില്ല, എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ആദ്യത്തെ ദിവസം ഒരു മറുപടിയും കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസവും ബോധം കെട്ട് കിടക്കുകയാണ്, നീല നിറത്തിൽ കിടക്കുകയാണ്. ഞാൻ അവിടെയുണ്ട്, ഞാനൊരു ബാലനായി. ഞാനന്ന് രണ്ടാമത്തെ ദിവസം അവിടെ ചെന്നു. മൂന്നാമത്തെ ദിവസം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിന് വേണ്ടി പാട്ടു. അപ്പോൾ മരിച്ചുപോയി എന്നാലും അതിന് ഒരുക്കമാണ് വരുമ്പോൾ വിഷകാരി അടുത്തുണ്ട്, വിഷകാരി നിൽക്കുന്നുണ്ട് അവിടെ. കൊച്ചമ്മ എഴുന്നേറ്റ് ഒന്ന് ഛർദ്ദിച്ചു. ആ നീല നിറം മുഴുവനും അങ്ങ് പോയി. അന്യഭാഷ പറഞ്ഞുകൊണ്ട് എല്ലാവരും ആത്മാവിൽ ആരാധിച്ചു. അപ്പോൾ കുറഞ്ഞത് അവിടെ ഒരു 100-150 പേര് വിശ്വാസികളുണ്ട്. 1-2 അല്ല, 100-150 വിശ്വാസികളുണ്ട്. അങ്ങനെ കൂട്ടായ്മ കിട്ടുമ്പോൾ ആർക്കും ആശുപത്രിയിൽ പോകാൻ മനസ്സ് വരികയില്ല. ഇന്ന് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദൈവമക്കൾ തമ്മിൽ വേണ്ടവണ്ണം യോജിപ്പില്ലാത്തത് കൊണ്ട് ആ സ്നേഹം വേണ്ടവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പകരപ്പെടുന്നില്ല. എല്ലാവരും സ്തോത്രം ഹല്ലേലൂയ ഒക്കെ പറയുന്നുവെങ്കിലും ആ സ്നേഹം ഒരു ശരീരത്തിൻ്റെ അംഗമെന്ന പോലെ വെളിപ്പെടാത്തത് കൊണ്ട് കഷ്ടം കിടന്ന് വേദന അനുഭവിക്കുമ്പോൾ അറിയാതെ ഒരു ഇഞ്ചക്ഷൻ എടുത്താലേ സഹിച്ചു പോകും. എന്നാൽ കൂടെ ഇരിക്കുന്ന വിശ്വാസികളിരുന്ന് പ്രാർത്ഥിക്കുകയും അവർ ഉപവാസം എടുക്കുകയും പ്രത്യാശയുടെ പാട്ടുകളൊക്കെ പാടുകയും ചെയ്യുകയാണെങ്കിൽ അല്പം പോലും പിന്നെ ആശുപത്രിയിൽ പോകാൻ മനസ്സ് വരികയില്ല. ഇവിടെ നമ്മുടെ വിശ്വാസത്തെ എന്തു ചെയ്യും? പരീക്ഷിക്കും. സിയോനിലിടുന്ന കല്ലുകളുടെ വിശ്വാസത്തെ എന്തു ചെയ്യും? നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. ആകയാൽ പ്രിയ ദൈവജനമേ, നാം അതിനുവേണ്ടി ഈ ഒടുവിലത്തെ കാലത്ത് ഒരുങ്ങണം. കർത്താവേ, എൻ്റെ വിശ്വാസത്തെ പരിശോധിക്കുന്നതായ പരിശോധനയിൽ രോഗമാകട്ടെ, അതുപോലെ മറ്റുള്ള പ്രയാസങ്ങളാകട്ടെ, എന്തു വന്നാലും അത് സാരമില്ല കർത്താവേ, അത് സഹിപ്പാൻ എനിക്ക് ബലമില്ല. അതുകൊണ്ടാണല്ലോ നാം പരിശുദ്ധാത്മാവിനെ എപ്പോഴും യോഹന്നാന്റെ സുവിശേഷം 14:16-17 വായിക്കുന്നു, നമ്മുടെ കാര്യസ്ഥനായി എപ്പോഴും സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ, എന്നെ സഹായിക്കണമേ. ഞങ്ങൾക്കിങ്ങനെയുള്ളതായ പല പല കഷ്ടങ്ങൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പരിശുദ്ധാത്മാവാകുന്ന ദൈവം സഹായിച്ചതിനാൽ കൂടുള്ളതായ വിശ്വാസികളെല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനാൽ മരുന്നെടുക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. സ്തോത്രം. ഞങ്ങളുടെ മിടുക്കുകൊണ്ടല്ല, ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, എന്നാൽ കൂട്ടായ്മയ്ക്കായി സഹോദരന്മാരുണ്ടായിരുന്നത് കൊണ്ട്, അവർ പാട്ടുപാടി സഹായിച്ചുകൊണ്ടിരുന്നത് കൊണ്ട്, അവരോരോരുത്തരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് മരുന്നിൻ്റെ പുറകെ പോകാൻ ഇടയായില്ല. ഹല്ലേലൂയ. ഞങ്ങൾ വടക്കേ ഇന്ത്യയിലും ഇപ്പോഴും അങ്ങനെയാണ് ചെയ്തത്. ഞങ്ങളുടെ അവിടെ തന്നെ വേലക്കാരെങ്കിലും കർത്താവിൻ്റെ ദാസന്മാർ രോഗികളാവുമ്പോൾ അവർക്ക് സഹിക്കാൻ പ്രയാസമായി അവർ കരയുകയാണ്, ഞാൻ തന്നെ അവരെ ആശുപത്രി കൊണ്ടുപോകും. ഞാൻ തന്നെ ആശുപത്രി കൊണ്ടുപോയി അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. ഞാൻ തന്നെ കൊണ്ടുപോകും. എന്നാൽ ഏതെങ്കിലും ഒരു കർത്താവിൻ്റെ ദാസനോ ദാസിയോ പറയുകയാണ്, നിങ്ങളെനിക്ക് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. മരുന്നെടുക്കരുത് എന്നുള്ളൊരു ഉപദേശമല്ല കൊണ്ടുവരുന്നത്, അനുഭവം. ക്രിസ്തുവിൽ വളർന്നു വരുന്ന ഒരനുഭവം, ക്രിസ്തുവിൽ വളർന്നു വരുന്ന രോഗശാന്തിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുകയല്ല. അതല്ല, നമ്മൾ കർത്താവിനെ നിർത്തുന്നു. അതുപോലെ നമ്മുടെ വിശ്വാസത്തെ എന്തു ചെയ്യും? ദൈവം പരിശോധിക്കും. 1 പത്രോസ് 4-ാം അധ്യായം എടുത്താട്ട്. 1 പത്രോസ് 4-ാം അധ്യായം
അതിൻ്റെ 12-13 കൂടെ വായിച്ചാട്ട്. 1 Peter chapter 4 verse 12 and 13. 4:12-13 വായിച്ചാട്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നു കൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. ഇവിടെ നിങ്ങളുടെ അഗ്നി പരിശോധന, അഗ്നി, ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ശോധിക്കപ്പെട്ട കല്ല്. കർത്താവായ യേശു ശോധിക്കപ്പെട്ടു, അതോടുകൂടെ നാം എന്ത് ചെയ്യുന്നു? ശോധിക്കപ്പെടുന്നു. അപ്പോൾ അഗ്നി പരിശോധന വരും. ഹല്ലേലൂയ. അത് ദൈവം തള്ളിക്കളഞ്ഞത് കൊണ്ടല്ല. ചിലപ്പോൾ ആരും എന്ന് വചനം അറിയാത്തവർ പറയും, ദൈവത്തിൻ്റെ ശാപം നിന്റെ മേലുണ്ട്. ക്രൂശിൻ്റെ അടുക്കൽ വന്നതിൻ്റെ ശേഷം ഒരു ശാപവും നമ്മുടെ മേൽ ഇല്ല. ഏത് ദിവസം കാൽവരി ക്രൂശിൽ വന്നോ ശാപമെല്ലാം പൂർണ്ണമായി മാറി. ഒരു ശാപവും നമ്മുടെ മേൽ. എന്നാൽ നമ്മെ പരിശോധിച്ചേ മതിയാകും. കഷ്ടങ്ങൾ വന്നേ മതിയാകും, പ്രയാസങ്ങൾ വന്നേ മതിയാവും. അപ്പോൾ മാത്രമേ നമ്മുടെ പരിശോധിപ്പിക്കപ്പെട്ട വിശ്വാസമാണ് നമ്മൾക്ക് ആവശ്യമായിരിക്കുന്നത്. മലാക്കിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നല്ലോ. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 3 വായിച്ചാൽ. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-3. മലാക്കി ചാപ്റ്റർ 3 verse 2 and 3. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതി കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നുകൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്ന് പോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. ആമേൻ. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, അവൻ അലക്കുകാരൻ്റെ ചാരവെള്ളം പോലെ. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടു കാണുമല്ലോ, ഈ അലക്കുകാരുണ്ടായിരുന്നു. ഇന്ന് എല്ലാവരുടെയും വീട്ടിൽ വാഷിംഗ് മെഷീനും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇല്ല. മുൻപ് കാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആറിൻ്റെയൊക്കെ കരയ്ക്ക് അലക്കുകാരെന്ത് ചെയ്യും, കലമൊക്കെ വെച്ച് അതിനകത്ത് തുണിയൊക്കെ ഇട്ട് രാത്രി മുഴുവനും ചൂട് വെച്ച് പിറ്റേ ദിവസം എടുത്ത് എന്ത് ചെയ്യും, നല്ല കല്ലുള്ളിടത്തായിരിക്കും അവർ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായി ഈ തുവാല ഒരലക്കുകാരൻ്റെ കൊടുക്കുകയാണെങ്കിൽ അവൻ ആ ചാരവെള്ളത്തിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു ദയയും കൂടാതെ കല്ലേലിട്ട് അടിക്കും. അയ്യോ, ഇത് നല്ല തുവാലയാണല്ലോ, വില കൂടിയതൊന്നും ചെയ്യില്ല. അവന് അഴുക്ക് മാറണമെന്നേ ഉള്ളൂ. അതേസമയത്ത് ഞാനിത് കഴുകുകയാണെങ്കിൽ വളരെ സ്നേഹത്തോടെ കഴുകുള്ളൂ. ചിലപ്പോൾ നമ്മുടെ മനുഷ്യ സ്വഭാവം മാറ്റാൻ ദൈവം നമ്മെ അലക്കുകാരനെ പോലെ അലക്കും. അലക്കുകാരനെ പോലെ അലക്കും. അത് ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ രോഗത്തിൽ കൂടെ ആയിരിക്കും, നമ്മുടെ ശരീരത്തിൻ്റെ രോഗത്തിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ പണപരമായ പ്രയാസങ്ങൾ കൂടെ ആയിരിക്കും. നമ്മൾ എത്ര കരഞ്ഞാലും അഴുക്ക് മാറാതെ വിടുകയില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അലക്കുന്നത്? സിയോനിൽ നമ്മുടെ കൂടെ നിത്യം പാർക്കുവാൻ. അതുപോലെ ഞാൻ വെള്ളി ഉരുക്കുന്നവരുടെ അടുക്കൽ പോയിട്ടുണ്ട്, അവരോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അവരെങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അവരെ അടുക്കൽ ചെല്ലുമ്പോൾ അവരെന്താ, വെള്ളിയെല്ലാം കൂടെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഉരുക്കും, താഴെ അതിന് ചൂട് കൊടുക്കും. ചൂട് കൊടുത്ത് ഉരുക്കുമ്പോൾ നല്ലപോലെ ഉരുകി കഴിയുമ്പോൾ ആ വെള്ളി ഉരുക്കുന്നവൻ്റെ മുഖം നല്ലപോലെ കാണാം. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, പൂർണ്ണമായി നല്ലവണ്ണം ഉരുകി എന്നെങ്ങനെയാണ് മനസ്സിലാകുന്നത്? പറയുന്നത്, അവരുടെ മുഖം നല്ലവണ്ണം തെളിവായി കാണുമ്പോൾ അവർക്കറിയാം വെള്ളി ഉരുകി അതിൻ്റെ കിട്ടമെല്ലാം താഴെ പോയി. പിന്നെ ആ വക്കിൽ കൂടെ അവർ ഒഴിച്ച് വെള്ളി അത് മാറ്റും. അതുപോലെ നമ്മുടെ കർത്താവ് നമ്മെ ഉരുക്കും. അവൻ്റെ രൂപം നമ്മിൽ കാണണം. 2 കൊരിന്ത്യർ 3:18 വായിച്ചാട്ട്. 2 കൊരിന്ത്യർ 3:18. 2 Corinthians 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി
തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഹല്ലേലൂയ. നാം കർത്താവിൻ്റെ തേജസ് പ്രാപിക്കുന്നത് 40 ദിവസം ഉപവാസം ഇരുന്നത് കൊണ്ടല്ല. 40 ദിവസം ഉപവാസം ഇരിക്കുന്നത് നല്ലതാണ്, 21 ദിവസം ഉപവാസം ഇരിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഉപവാസം ഇരുന്നല്ല തേജസ് പ്രാപിക്കുന്നത്. തേജസ് പ്രാപിക്കുന്നത് കഷ്ടങ്ങളുടെ തീച്ചൂളയിൽ കൂടെ മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഞാനും കർത്താവിനോട് ആത്മാവിൽ പ്രേരണയോടൊപ്പം ഉപവസിക്കുന്നുണ്ട്. എന്നാൽ ഉപവാസം കൊണ്ടല്ല തേജസ് കിട്ടുന്നത്. മനുഷ്യ സ്വഭാവം മാറണമെങ്കിൽ തീച്ചൂളയിൽ കൂടെ മാത്രമേ നമ്മുടെ മനുഷ്യ സ്വഭാവം മാറുകയുള്ളൂ. ഉപവസിക്കുന്നതുകൊണ്ട് ആത്മീയ ബലം കിട്ടും, എന്നാൽ മനുഷ്യ സ്വഭാവം മാറുകയില്ല. നമ്മുടെ മനുഷ്യ സ്വഭാവം മാറണമെങ്കിൽ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ മനുഷ്യ സ്വഭാവം ഓരോന്ന് വെളിപ്പെടും. അതിനെ നമ്മൾക്ക് ജയിപ്പാൻ കർത്താവ് കൃപ നൽകും. കർത്താവിന് സ്തോത്രം. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മളെ ഒരുക്കുന്ന ആ പ്രക്രിയ കർത്താവായ യേശുക്രിസ്തുവിന് നേരിടേണ്ടി വന്നതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. യേശുവിനെ ഒരുക്കിയ ആ അവസ്ഥ നിങ്ങൾ നോക്കിയാട്ടെ. സ്വന്തം ശിഷ്യന്മാർ തള്ളിക്കളഞ്ഞു. സ്വന്തം ശിഷ്യൻ വിറ്റു യേശുവിനെ. സ്വന്തം ശിഷ്യൻ പണം സൂക്ഷിപ്പാൻ തന്നെ യേശുവിനെ വിറ്റു. പത്രോസ് തള്ളിപ്പറഞ്ഞു. പിതാവിൽ നിന്ന് ഒരു മറുപടിയുമില്ല. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടമേറിയ സമയത്ത് അതുപോലെയുള്ള, നാം പറഞ്ഞല്ലോ, സിയോനിൽ ഇട്ട കല്ല് എങ്ങനത്തെ കല്ല? ശോധന ചെയ്ത്. ആ കല്ലിന്മേൽ പണിയുന്ന എല്ലാ കല്ലും ശോധന ചെയ്യപ്പെട്ട കല്ലാണ്. ആകയാൽ കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങൾ ആരെങ്കിലും കഷ്ടങ്ങളിൽ കൂടെയും പ്രയാസങ്ങളിൽ കൂടെയും പോകുമ്പോൾ, എന്നെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ സിയോനിലേക്ക് വയ്ക്കപ്പെടുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട കല്ലുമാണ്. അതുകൊണ്ടാണ് എന്നെ ഈ ശോധന കഴിക്കുന്നത്. അതുകൊണ്ടാണ് കഷ്ടം കൂടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രയാസം കൂടിയിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും പോകയില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ കാത്തിരിക്കും. അപ്പോഴാണ് കൂട്ടു സഹോദരന്മാരുടെ അത്യാവശ്യം. ഇപ്പോൾ ഉദാഹരണമായി ഈ വിരലിനൊരു വേദന വന്നാൽ മറ്റു വിരളെ സഹായിക്കാൻ വരുന്നത് പോലെ ഒരു സഹോദരൻ തീച്ചുളയിലായിരിക്കുമ്പോൾ, കഷ്ടത്തിലായിരിക്കുമ്പോൾ മറ്റ് സഹോദരന്മാർ അടുത്ത് വന്നു. ഇന്ന് എല്ലാവരും കൂടെ ടെലഫോണിൽ കൂടെ അങ്ങ് പ്രാർത്ഥിക്കും. സഹോദരന്മാരെ, ടെലഫോണിൽ പ്രാർത്ഥിച്ച കാര്യം നടക്കുകയില്ല. അടുത്ത് ചെന്നിരുന്ന് ഒരു പാട്ട് പാടി ഒന്ന് ആശ്വസിപ്പിച്ച് ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരാശ്വാസമായി. കാരണം തീച്ചുള അവർക്ക് കഠിനമായി തീർന്നിരിക്കുകയാണ്. അതികഠിനമായി തീർന്നിരിക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ പ്രയാസമാണ്. അപ്പോൾ നാം അടുത്ത് ചെന്ന് ആ സഹോദരൻ്റെ അടുക്കലോട് ഞാനിത് പറയാൻ കാരണം, കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നോടുകൂടെ എന്ത് ചെയ്യാൻ? പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ശിഷ്യന്മാർക്ക് ഉറക്കമായിരുന്നു. ഇന്ന് അതുപോലെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പത്താഴ്ചൻ രോഗക്കിടക്കയിലാണെങ്കിൽ തോമാച്ചാൻ അച്ഛ സ്തോത്രം സ്തോത്രം സ്തോത്രം, ടെലഫോണിൽ കൂടെ അങ്ങ് ഉറങ്ങിപ്പോകും. അങ്ങനെയായിപ്പോകും. എന്നാൽ അങ്ങനെയല്ല. എൻ്റെ തോമാച്ചൻ സഹോദരൻ അല്ലെങ്കിൽ മറിയാമ്മ സഹോദരി കഷ്ടത്തിലായിരിക്കുന്നു. ഞാനിന്ന് ജോലിക്ക് പോയില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ സഹോദരൻ്റെ അടുക്കൽ പോയിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും, അവനോടുകൂടെ കണ്ണുനീരൊഴുക്കും. അങ്ങനെ വരുമ്പോഴാണ് സ്നേഹം വരുന്നത്. നമ്മൾ പറയുന്നത് സ്നേഹം വേണം, സ്നേഹം വേണം. എത്ര പ്രസംഗിച്ചാലും സ്നേഹം വരത്തില്ല. പ്രായോഗികമായി നമ്മുടെ കൂട്ടായ്മയിൽ കൂടെയാണ് സ്നേഹം വർദ്ധിക്കുന്നത്. ഓരോരുത്തർ കഷ്ടത്തിലിരിക്കുമ്പോൾ. ആകയാൽ തൃശ്ശൂരുള്ള ദൈവജനമേ, ഇത് നിങ്ങൾക്ക് അഭ്യാസമായിരിക്കട്ടെ. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ വന്നാൽ, പഞ്ചാബിലോ ജമ്മു കാശ്മീരിലോ ഞങ്ങളുടെ ചെറിയ സഭകളിൽ വന്നാൽ ഇത് പ്രായോഗികമായി നിങ്ങൾക്ക് കാണാം, പ്രാക്ടിക്കലായിട്ട് കാണാം. ഞാനത് വളരെ കർശനമായി അവരെ പഠിപ്പിച്ചിരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരി രോഗിയായാൽ നിനക്ക് ജോലിക്ക് അത്യാവശ്യമാണെങ്കിൽ ജോലിക്ക് പോയി അവിടെ ചെന്ന് അവധി എടുത്തിട്ടോ അല്ലെങ്കിൽ ഉച്ചവരെ ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക.
അവരോടുകൂടെ കൂട്ടായ്മ കൊടുക്കുക. അങ്ങനെ കൂട്ടായ്മ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഭയം വരുന്നില്ല. സന്തോഷത്തോടുകൂടെ ഒരു സഹോദരൻ മറ്റൊരു സഹോദരൻ്റെ മുഖം നോക്കുന്നു, ഒരു സഹോദരി മറ്റൊരു സഹോദരിയുടെ മുഖം നോക്കുന്നു. സാധാരണ അവരല്ലെങ്കിൽ പ്രാർത്ഥനാ ഭവൻ ഞങ്ങൾ താമസിക്കുന്നിടത്ത് കൊണ്ടുവരും, അവിടെ കൊണ്ടുവന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവർ ബലത്തിൻ്റെ മേൽ ബലം പ്രാപിക്കുന്നു. ഞാൻ കണ്ടത്, ഞങ്ങളുടെ അവിടെ ആരെങ്കിലും ഒരാൾ രോഗിയായാൽ സഭ മുഴുവനും ഉണർത്തപ്പെടും. ഞാൻ കണ്ട കാഴ്ചയാണ്. സഭ മുഴുവനും എല്ലാവരും അങ്ങ് ഉണർത്തപ്പെടും. എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിന്നെ ഒരു ഭയമായി, എനിക്ക് വരുമോ എല്ലാവരും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ശുദ്ധിയായിട്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു രോഗം വന്നാൽ പിന്നെ ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്ലാനാണ് എന്ന് മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് എല്ലാവരിലേക്കും വരും. രാത്രിയിലും പകലും പാതിരാത്രിയിലും വന്ന് ഞങ്ങളുടെ അവിടെ ഏറ്റവും വലിയ രോഗിയായാലും ഉടനെ എടുത്തുകൊണ്ട് വരുന്ന അവിടോട്ടാണ് പ്രാർത്ഥന. എല്ലാവരും കൂടെ വന്നു അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എഴുന്നേറ്റ് പ്രാർത്ഥിച്ച്. ചിലപ്പോൾ ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ എത്ര ദിവസം എന്നില്ല, അപ്പോൾ മാറി ഓരോരുത്തർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രോഗിയായിരിക്കുന്ന സഹോദരന് ഒരാശ്വാസം, ഒരു സഹോദരിക്ക് ഒരാശ്വാസമാകുന്നു. അങ്ങനെ പലരും പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യാശ വർദ്ധിക്കുവാനിടയാകുന്നു. സ്തോത്രം. ഞങ്ങളവിടെ രോഗിയായിരിക്കുമ്പോൾ എപ്പോഴും 1-2 പേര് കൂടെ ഇരിക്കും. എന്തിനാ? സ്തോത്രം പറഞ്ഞ് ആശ്വസിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ പിന്നെ അവർക്ക് എന്തില്ല, പിന്നെ അങ്ങനെ വരുമ്പോഴും ആരെങ്കിലും അധികം വേദനയായിട്ട് കരയുകയോ വല്ലതും ആണെങ്കിൽ ഉടനെ ഇവിടെ കൊണ്ടുപോകും, ആശുപത്രിയിൽ കൊണ്ടുപോകും. അതുകൊണ്ട് ആശുപത്രിയിൽ പോകരുതെന്നുള്ള ഒരു നിയമമല്ല. അങ്ങനെ നിയമം കൊടുത്തുകൊണ്ട് കാര്യം നടക്കുകയില്ല. കൂട്ടായ്മയിൽ കൂടെ അവരെ കൂട്ടായ്മ, തമ്മിലുള്ള കൂട്ടായ്മ. ഇനി ഹബക്കുക്കിൻ്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെ ഒന്ന് വായിച്ചാണ്. ഹബക്കുക്ക് 3:17-19. ബുക്ക് ഓഫ് ഹബക്കുക്ക് ചാപ്റ്റർ 3 വേഴ്സ് 17 to 19. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലം ആകുന്നു. അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. അതെ, ഇവിടെ നാം വായിക്കുമ്പോൾ അത് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ആ എഴുതിയിരിക്കുന്ന ഭാഷയിൽ ഒരല്പം തർജിമത്തെറ്റുണ്ട്. അത് ശരിയായ തർജിമയിൽ എബ്രായ ഭാഷയിൽ വായിച്ചാൽ, ഇംഗ്ലീഷിലും വായിച്ചാൽ മനസ്സിലാവും. അത്തിവൃക്ഷം തളിർക്കാതെ വന്നാലും, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകാതെ വന്നാലും, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോയാലും, നിലങ്ങൾ ആഹാരം വിളയിക്കാതെ വന്നാലും, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോയാലും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകാതിരുന്നാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അതിൻ്റെ ശരിയായ തർജ്ജിമ ഞാൻ വീണ്ടും നിങ്ങളും അതുപോലെ ഇനി വായിക്കുമ്പോൾ അങ്ങനെ വായിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അത്തിവൃക്ഷം തളിർക്കാതെ വന്നാലും, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകാതെ വന്നാലും, ഒലിവുമരത്തിന്റെ പ്രയത്നം നഷ്ടമായി പോയാലും, നിലങ്ങൾ ആഹാരം വിളയിക്കാതെ വന്നാലും, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോയാലും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകാതിരുന്നാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ എല്ലാ പ്രയത്നങ്ങളും വ്യർത്ഥമായാലും, ഇത് വായിക്കുമ്പോൾ അത്തിവൃക്ഷം തളിർക്കുന്നില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുന്നില്ല, ഒലിവുമരത്തിൽ പ്രയോജനം ഒന്നും ഉണ്ടാകുന്നില്ല, നിലങ്ങളിൽ നിന്ന് ആഹാരം ഒന്നും കിട്ടുന്നില്ല, ആട്ടിൻകൂട്ട തൊഴുത്തിൽ ഒന്നുമില്ല, കന്നുകാലിയില്ല, എന്നാലും എല്ലാം എനിക്ക് പ്രതികൂലമായാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ ഒരു രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവിൻ്റെ ബലമാകുന്നു. ഇതൊന്നുമല്ല എൻ്റെ ബലം, എൻ്റെ ബലം യഹോവയായ കർത്താവാകുന്നു. എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു. ഈ നമ്മുടെ ഈ പേടമാനെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾക്കാണെങ്കിൽ സാധാരണ നിരപ്പുള്ളത് മാത്രമേ നടക്കാനൊക്കുള്ളൂ. പേടമാൻ്റെ കാലുകൾ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന പാറയിലും അതിന് കാല് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ആയിപ്പോകും, തെറ്റുകയില്ല. നിങ്ങൾ പൂച്ചയൊക്കെ ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും.
ഈ പല്ലിയെ നിങ്ങൾ നോക്കിയാലും കാണാം, അതിൻ്റെ കാല് പേടമാൻ കാല് പോലെ ആക്കും. അപ്പം നമ്മൾ ദൈവമക്കളാകുന്ന നമ്മുടെ കാലുകൾക്കൊരു രൂപാന്തരം ഉണ്ടാകുകയാണ്. ഓരോ കഷ്ടങ്ങൾ, നമ്മുടെ കാല് ഇങ്ങനെയാണ്, എന്നാൽ ഓരോ കഷ്ടങ്ങൾ വരുമ്പോൾ ഓരോ പരിതലത്തിലും ഓരോടത്തും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ കാലങ്ങ് ആകുകയാണ്. അപ്പോൾ ഏത് മലയിലും ചാടി കയറുവാൻ നമ്മൾക്ക് ബലം ലഭിക്കും. അപ്പോൾ നമ്മുടെ പരീക്ഷകൾ വരുന്നത് എന്തിനാണ്? കാരണം ഈ ലോകത്തിൻ്റെ താങ്ങുകളാണ് ഇതെല്ലാം. സാത്താനെ ഈ താങ്ങുകളെല്ലാം നീ എടുത്ത് മാറ്റിയാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അങ്ങനെയുള്ളവരാണ് ജയിക്കുന്ന വിശുദ്ധന്മാർ. അപ്പോൾ ഇതെല്ലാം വന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ അവൻ എന്നെ ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഓരോ പ്രയാസം വരുന്നത് നമ്മുടെ ഭാരം കുറച്ച് നമ്മളെ ഉന്നതികളിന്മേൽ നടത്തുവാൻ വേണ്ടിയാണ്. നമ്മെ പോലെ സുരക്ഷിതർ വേറെ ആരുമില്ല. പഠിച്ചുകൊണ്ടിരുന്നത് ഓരോ പ്രയാസങ്ങൾ വരുന്നത് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, സാത്താനെ ജയിക്കുന്നതിന് വേണ്ടിയാണ്. സാത്താനെ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ നീ എത്ര തന്നെ എന്നിൽ നിന്ന് എടുത്തു മാറ്റിയാലും ഞാൻ എൻ്റെ യഹോവയിൽ എപ്പോഴും ആനന്ദിക്കുന്നവനായിരിക്കും. സ്തോത്രം. അങ്ങനെ പോകുന്നവരാണ് ജയാളികൾ. ഇവിടെ വായിക്കുന്നത്, ഞാൻ യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാല് പോലെയാക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. അപ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ കർത്താവ് നമ്മളെ തള്ളിക്കളഞ്ഞു എന്നല്ല, നമ്മളെ ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുക. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ സന്തോഷവും നമ്മുടെ ആനന്ദവും ഇവിടെയല്ല, അവിടെയാ പുതിയ യെരൂശലേം. പിന്നെ നമ്മുടെ കഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 2 പത്രോസ് 3:10 ഒന്ന് വായിച്ചാട്ട്. 2 പത്രോസ് 3:10. നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ വാസത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒരു പ്രാവശ്യം കൂടെ. 3:10 3:8 വായിച്ച, ക്ഷമിക്കണേ, 3:8. 2 Peter chapter 3 verse 8. 3:8, 3:10, ക്ഷമിക്കണം. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിനൊരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ 1000 വർഷം നമ്മുടെ കർത്താവിന് മുമ്പിൽ എത്ര? ഒരു ദിവസം മാത്രം. നമ്മൾ ആരും ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളല്ല. 500 വർഷം എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ. അങ്ങനെ 12 മണിക്കൂർ പ്രായമുള്ള കുഞ്ഞുങ്ങളും ആരും ഇവിടെ ഇല്ല. അതിൻ്റെ പകുതി വന്നാൽ 250, 6 മണിക്കൂർ. 6 മണിക്കൂറും പ്രായമുള്ള ആരുമില്ല. പിന്നെ അതിൻ്റെ പകുതി 125, 3 മണിക്കൂർ. അങ്ങനെയും പ്രായമുള്ളവരാരുമില്ല. അതിൻ്റെ പകുതി 62.5 എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ. ഞാനും ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ 1.5 മണിക്കൂർ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. ദൈവത്തിൻ്റെ കണക്കിനും പ്രകാരം എത്രയാണ്? 1.5 മണിക്കൂർ നേരത്തെ പ്രായമേ ഉള്ളൂ. നമ്മൾ നിത്യതയുമായിട്ട് കണക്കാക്കിയാൽ പിന്നെ ഇതൊന്നുമില്ല. നിത്യത വെച്ച് കണക്കാക്കിയാൽ അപ്പോൾ ഈ 1.5 മണിക്കൂർ എൻ്റെ ജീവിതത്തിൽ കഷ്ടം എത്രയാണ്? അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:16 മുതൽ വായിച്ചാൽ 17, 18. 2 കൊരിന്ത്യർ 4:17, 18. വായിച്ചാട്ട് 2 കൊരിന്ത്യർ 4:17, 18. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, അത് ദൈവത്തിൻ്റെ സമയമനുസരിച്ച് 2 പത്രോസ് 3:8 ഇതും കൂടെ ചേർത്തെങ്കിലേ ആ നൊടി നേരത്തിൻ്റെ കണക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഒരാഴ്ചയായി ഞാൻ കഷ്ടപ്പെടുന്നു, ഇതെങ്ങനെ നൊടി നേരം? ചിലപ്പോൾ രാത്രിയിൽ വേദന. ഞാനും അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. രാത്രി മുഴുവനും വേദനയാണ്. എപ്പോഴാ രാവിലെ ആകുന്നതെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, മണിയെ നോക്കിക്കൊണ്ടിരിക്കുക, എപ്പോഴാണ് നേരം ഒന്ന് വെളുക്കുന്നത്, വേദന കൊണ്ട്. അപ്പോൾ ഒരു വലിയ നീണ്ട പീരീഡ് പോലെ നമുക്ക് തോന്നിപ്പോകും. എന്നാൽ നിത്യതയെ വെച്ച് കണക്കാക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്ലാൻ വെച്ച് കണക്കാക്കുമ്പോൾ നൊടി നേരത്തേക്കേ ഉള്ളൂ.
അത് ഈ നൊടി നേരമാക്കി തീർക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിലുള്ള കൃപ പ്രാപിക്കുമ്പോൾ. നമ്മൾക്ക് വേദന കൂടുതലായിരിക്കുമ്പോൾ. കഴിഞ്ഞ 2 മാസം എൻ്റെ ഭാര്യ വളരെ 1 മാസത്തോളം വയറങ്ങ് വീർത്തു വളരെ കഷ്ടത്തിലായിരുന്നു, മരിക്കുന്ന നിലയിലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ്, ഞാൻ എൻ്റെ ഭാര്യയോട് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതുകൊണ്ട് മരിക്കാനല്ല പോകുന്നത്, ഇതുകൊണ്ട് കേരളത്തിൽ ഈ പ്രാവശ്യം കൂടെ നിൻ്റെ കൂടെ വന്ന് എൻ്റെ സാക്ഷിയാകും എന്ന് പറയുവാൻ കർത്താവിടെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു. ഏകദേശം 1 മാസം വളരെ കഷ്ടപ്പെട്ടു. അത് വളരെ അനുഗ്രഹത്തിന് കാരണമായി. കർത്താവ് ആരോഗ്യം കൊടുത്തു, സൗഖ്യം കൊടുത്തു. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഏറ്റവും നല്ല ആശുപത്രി എന്ന് പറയുന്നത് കാൽവരി ആശുപത്രിയാണ്. ഏറ്റവും നല്ല ആശുപത്രി, ഏറ്റവും നല്ല ഡോക്ടർ യേശു ഡോക്ടറാണ്. അത്ര വലിയ വേറെ ഡോക്ടറൊന്നുമില്ല. ഏറ്റവും നല്ല നേഴ്സ് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാകുന്ന നേഴ്സിനെ കവിഞ്ഞൊരു നേഴ്സില്ല. നമ്മുടെ സഹായം എപ്പോഴും കൂടെ ഇരുന്ന്. ഏറ്റവും നല്ല മരുന്ന് യേശുവിൻ്റെ രക്തം, ഏറ്റവും നല്ല ഗുളിക യേശുവിൻ്റെ നാമം. ഇതെല്ലായിടത്തും കിട്ടും. എന്നാൽ വിശ്വാസത്തിൻ്റെ കാർഡേ ഇവിടെ നടക്കത്തുള്ളൂ. വിശ്വാസമാകുന്ന പൈസയെ ഇവിടെ എന്ത് ചെയ്യുള്ളൂ? അത് മാത്രമേ ഇവിടെ സ്വീകാര്യമുള്ളൂ. മറ്റേ സ്വർണ്ണോ വെള്ളിയോ ഡോളറോ ഇന്ത്യൻ റുപ്പീസോ ഇവിടെ നടക്കത്തില്ല. വിശ്വാസമാകുന്ന കാർഡ് കൊണ്ടങ്ങോട്ട് ചെന്നാൽ ആ കഥ തുറക്കും. ഈ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസത്തിൻ്റെ കാർഡ് അങ്ങോട്ട് ഇട്ടാൽ എന്ത് ചെയ്യും? നിങ്ങൾ ഈ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ ചെല്ലുമ്പോൾ എന്താണ് ഈ കാലത്ത് ഈ ബാങ്കിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ATMൻ്റെ കാർഡ് ഇരുന്നുകൊണ്ടേ തുറന്നു. അതുപോലെ ഈ വിശ്വാസമാകുന്ന കാർഡ്. ഹല്ലേലൂയ. ഞാൻ ആ ATM കുറിച്ച് ഞാൻ പലപ്പോഴും സന്തോഷിച്ചിട്ടുണ്ട്. നമ്മുടെ ATMൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തെങ്കിലേ പണം കിട്ടത്തുള്ളൂ. എന്നാൽ എൻ്റെ ATMൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന വേറൊരാളാണ്. അത് ഞാൻ പലപ്പോഴും ഓർത്ത് സന്തോഷിച്ചിട്ടുണ്ട്. എനിക്ക് കാർഡിട്ടാൽ മതി, ഡിപ്പോസിറ്റ് അവിടുന്നാണ് ചെയ്യുന്നത്. എൻ്റെ പിതാവ് ഡിപ്പോസിറ്റ് ചെയ്യും, എനിക്ക് കാർഡ് തന്നിട്ടുണ്ട്. ഞാൻ ആ ATM കാർഡ് കൊണ്ടാണ് എല്ലായിടത്തും നടക്കുന്നത്. അതുകൊണ്ട് അത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ ATM കാർഡ് നിങ്ങൾ പോയി ഇട്ടില്ലെങ്കിൽ എത്ര കാർഡിട്ടാൽ പറയും നോ മണി, തിരിച്ചു പോകത്തേ ഉള്ളൂ. എന്നാൽ വിശ്വാസ കാർഡ് കൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ നോ മണി എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഇത്ര വർഷങ്ങളായി ഒരു പ്രാവശ്യവും ഫണ്ടില്ല, കണക്ക് ശരിയല്ല, നിന്റെ അക്കൗണ്ട് ശരിയല്ല, നീ ഇട്ടത് ശരിയല്ല, കുത്തിയ നമ്പർ ശരിയല്ലെന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ആ വിശ്വാസ കാർഡ് കൊണ്ട് പോകുമ്പോൾ ആശുപത്രിയിൽ പോയാലും കാര്യം നടക്കുന്നു, കടകളിൽ പോയാലും കാര്യം നടക്കുന്നു, വേലയുടെ കാര്യത്തിലും. ഹല്ലേലൂയ. ഈ വിശ്വാസ കാർഡ് തന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുന്നത്. സാത്താൻ ഈ വിശ്വാസ കാർഡിനെ കാണുമ്പോഴാ വൈരാഗ്യം. എങ്ങനെയെങ്കിലും ഇവന്റെ വിശ്വാസ കാർഡിനെ പിടിച്ചു പറിക്കണം. ഈ വിശ്വാസ കാർഡ് ഇരുന്നാൽ ഇവൻ പിന്നെ എൻ്റെ അടുക്കൽ വരികയില്ല. അതുകൊണ്ട് വിശ്വാസത്തെ എന്ത് ചെയ്തോണം? മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നതിനേക്കാൾ പാപം ചെയ്യുന്നത് സാത്താൻ വലിയ കാര്യമല്ല. അവനറിയാം ഈ പാപം ചെയ്യിച്ചാലും വീണ്ടും ഇവൻ ഏറ്റു പറഞ്ഞൊക്കെ പറ്റും. എന്നാൽ ഈ വിശ്വാസക്കാട് പിടിച്ചു പറിച്ചു കളഞ്ഞാൽ പിന്നെ ഇവന്റെ ദൈവവുമായിട്ടുള്ള സമ്പർക്കം എന്താകും? അതുകൊണ്ട് വിശ്വാസക്കാർഡാകുന്ന ATM കാർഡ് വളരെ സൂക്ഷിച്ച് സാത്താൻ ഒരു കാലത്തും പിടിച്ചു പറിച്ചു പോകാതിരിക്കാൻ വളരെ ലോക്ക് ആൻഡ് കീയിൽ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ വായിക്കുന്നല്ലോ, പലരുടെ വിശ്വാസ കപ്പൽ എന്ത് ചെയ്തു? തകർന്നുപോയി. അനേക വിശുദ്ധന്മാരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി ഈ സമുദ്രത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ. ആകയാൽ എന്തു വന്നാലും, അത്തിവൃക്ഷം തളിർക്കാതെ വന്നാലും, എല്ലാം എതിരായാലും, ഇപ്പം നമ്മുടെ മലയാളത്തിൻ്റെ പറഞ്ഞാൽ റബ്ബറെല്ലാം ഉണങ്ങിപ്പോയാലും, മഴ വരാതെ എല്ലാം മൺസൂൺ കാറ്റ് വരാതെ മുഴുവൻ നശിച്ചു പോയാലും, അമേരിക്കയിലോ ഗൾഫിലോ ഉള്ള മക്കളെല്ലാം മറന്നുപോയാലും, കൂടുള്ളവരെല്ലാം എതിരായാലും, മരമെല്ലാം ഉണങ്ങിപ്പോയാലും, ഞാൻ എൻ്റെ യഹോവയിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ യഹോവയിൽ ആശ്രയിക്കും, അവൻ എന്നെ ഉന്നതികളിന്മേൽ നടത്തും. അങ്ങനെ നമ്മളെ പരിചയമുള്ളവരാക്കി നമ്മുടെ കർത്താവ് സിയോനിൽ പണിയുന്ന കല്ലുകളാക്കി തീർക്കുകയാണ്. ഹല്ലേലൂയ.
നമ്മൾക്ക് സന്തോഷം നൽകുന്ന മാത്രമല്ല, നമ്മളോട് കൂടെ ഇരിക്കുക മാത്രമല്ല, അങ്ങനെ നമ്മളുടെ ഓരോരുത്തരെയും നീളം. കാരണം അടിസ്ഥാന കല്ല് പരിശോധിക്കപ്പെട്ട കല്ല. പത്രോസിനോടൊന്ന് ചോദിച്ചാട്ട്, പത്രോസെ നീ പരിശോധിക്കപ്പെട്ടവനാണോ? അവൻ പറയും, എന്നെ പോലെ പരിശോധിക്കപ്പെട്ടവർ നിങ്ങൾ ആരുമില്ല, ഞാൻ ഈ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനാ. അത് കഴിഞ്ഞ് യേശു ഉയർത്തുന്നതിന് ശേഷം ഞാൻ മീൻ പിടിക്കാൻ പോയവനാ. ഹല്ലേലൂയ. അവൻ പറയും, സഹോദരന്മാരെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഞാൻ യാതൊരു യോഗ്യതയുള്ളവരല്ല. അവന്റെ കൃപ, അവന്റെ കൃപ, അവന്റെ കൃപ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആര് നിൽക്കുന്നത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല. ഈ സമൃദ്ധിയുടെ സുവിശേഷം പറയുന്നവര് ഒരു കാര്യത്തിൽ മനസ്സിലാകാതിരിക്കുന്നു. എന്താണ് സമൃദ്ധി എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. റോമാലേഖനം ഇതിൽ നമുക്ക് വായിക്കാം, 5:17 വായിച്ചാട്ട്. റോമാലേഖനം 5:17, റോമൻസ് 5:17. എന്താണ് സമൃദ്ധി എന്നുള്ളത് ദൈവത്തിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ, കൃപയുടെയും നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. പ്രിയമുള്ളവരെ, ഈ വചനത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ കൃപ ആകുന്ന സമൃദ്ധി പ്രാപിച്ചു കഴിഞ്ഞാൽ നാം ജീവനിൽ വാഴുന്നവരായിത്തീരും. രോഗം വന്ന് അതികഠിനമായിരിക്കുമ്പോൾ ആ കൃപ, കർത്താവേ കൃപ വന്നാൽ ആ രോഗത്തിൽ കൂടെയും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, തിരുവല്ലായിൽ ഒരു കർത്താവിൻ്റെ ദാസനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രായമായി, അദ്ദേഹത്തിൻ്റെ വയറിങ്ങനെ വീർത്ത്, അദ്ദേഹം ഷാരോൻ കൂട്ടായ്മയിലുള്ള ഒരു കർത്താവിൻ്റെ ദാസനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വയറിങ്ങനെ വളരെ വീർത്ത് വല്ലാതെ 7 മാസം അങ്ങ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ 2 മക്കളുണ്ട്, ഒന്ന് സാം ജോർജും ഒന്ന് ദാനിയേൽ ജോർജും. ഇവരെ കർത്താവിൻ്റെ വേലക്കാരാണെങ്കിലും ഇവരത്ര ശരിയായ വേലക്കാരല്ല, ഞാൻ പോകുന്ന പാതയിലല്ല ഇവർ പോകുന്നത്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസൻ എങ്ങനെയെങ്കിലും ഇവരെ അങ്ങ് വടക്കേണ്ടിയിലെങ്ങാനും കൊണ്ടുപോയി ഇവിടെ ഇട്ട് കിടന്നാൽ ഇവർ നശിക്കുകയേ ഉള്ളൂ, ഇവർ യഥാർത്ഥ മാർഗത്തിൽ പോകുകയില്ല. അതുകൊണ്ട് വടക്കേണ്ടിയിൽ കൊണ്ടുപോയി. ഞാൻ അവർ 2 പേരെയും, ഒരാളെ ഡൽഹിയിൽ, ഒരാൾ ഡൽഹിയിലും വേറെ പഞ്ചാബിലുമുണ്ട്. ആ കർത്താവിൻ്റെ ദാസൻ്റെ ആ കിടക്കയിൽ 7 മാസം വയറിങ്ങനെ വീർത്തിരിക്കുക, അതിഭയങ്കര വേദന. ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണുകളിൽ കൂടെ ഇങ്ങനെ കണ്ണുനീരുകൾ ഒഴുകാൻ തുടങ്ങി. എൻ്റെ കർത്താവേ, ഈ അതിവേദന സഹിക്കാൻ നീ കർത്താവിൻ്റെ ദാസന് കൃപ കൊടുക്കുന്നല്ലോ. എത്ര പേര് പറഞ്ഞിട്ടും ഒരു മരുന്ന് ഉപയോഗിക്കാതെ എനിക്ക് കാൽവറി ഹോസ്പിറ്റലിൽ തന്നെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അദ്ദേഹം മരിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് നിന്നപ്പോൾ ഒരു വലിയ കൺവെൻഷൻ യോഗത്തിന് പോയിരുന്നു. പ്രസംഗം കേൾക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം പോലെ അതിനേക്കാൾ കൂടുതൽ അനുഗ്രഹമാണ് ആ രോഗക്കിടക്കയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എന്താണ്? തൻ്റെ മുഖം തിളങ്ങുക. എന്തുകൊണ്ടാണ് തിളങ്ങുന്നത്? തേജസ് കൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പ്രാപിക്കേണ്ടത് കൃപയുടെ സമൃദ്ധി. ഹല്ലേലൂയ. കൃപയുടെ സമൃദ്ധി. എന്താണ് സമൃദ്ധി? പ്രോസ്പെരിറ്റി. വാട്ട് ഈസ് റിയൽ പ്രോസ്പെരിറ്റി? റിസീവിങ് ഗ്രേസ് ഫ്രം ഗാഡ് ഈസ് ദ റിയൽ പ്രോസ്പെരിറ്റി. മറ്റേ പ്രോസ്പെരിറ്റി എല്ലാം വെള്ളത്തിലെ കുമളയാണ്. ഈ ഭൂമിയിലെ വീടും പണവും എല്ലാം വെള്ളത്തിലെ കുമള, ഒരു കാറ്റടിക്കുമ്പോൾ പൊട്ടിപ്പോകുന്നതേ ഉള്ളൂ. എന്നാൽ കൃപയാകുന്ന പ്രോസ്പെരിറ്റി അങ്ങോട്ട് പ്രാപിച്ചു കഴിഞ്ഞാൽ പട്ടിണി വരുമ്പോഴും അവിടെ വാഴുകയാണ്, രോഗം വരുമ്പോഴും വാഴുകയാണ്, നിന്ന വരുമ്പോഴും വാഴുകയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, കൃപ പ്രാപിക്കാതെ കർത്താവ് ഇതെല്ലാം സഹിച്ചുവെങ്കിൽ കൃപ പ്രാപിച്ചുകൊണ്ട് നമുക്ക് സഹിക്കാൻ പ്രയാസമാണോ? നമ്മുടെ കർത്താവ് കൃപ പ്രാപിക്കാതെ പിതാവാകുന്ന ദൈവം ഒരു ശബ്ദവും പറയുന്നില്ല. കൂട്ടുകാരായ ശിഷ്യന്മാര് വിരുന്നുറങ്ങുകയാണ്. എന്നിട്ടും ഏകനായി അതെല്ലാം സഹിച്ചുവെങ്കിൽ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് കർത്താവിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട് അവൻ്റെ നല്ല കല്ലുകളായി തീരുവാൻ നമ്മളെ തന്നെ നാം സമർപ്പിച്ച് മുൻപോട്ട് പോയെങ്കിലേ മതിയാകുള്ളൂ. അപ്പോൾ നമ്മുടെ കർത്താവ് എത്രമാത്രം കഷ്ടങ്ങൾ സഹിച്ചാണ് ആ നല്ല വിലയേറിയ കല്ലായി തീർന്നത്. അതുപോലെ നാമും അങ്ങനെ കഷ്ടങ്ങൾ സഹിച്ചെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ നാം പൂർണ്ണത പ്രാപിക്കുവാൻ
കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഓരോ കല്ലും കർത്താവായ യേശുക്രിസ്തു ആകുന്നവൻ പൂർണ്ണമായി പരീക്ഷിക്കപ്പെട്ട്, ഹല്ലേലൂയ, പരീക്ഷിക്കപ്പെട്ടിട്ടാണ് കർത്താവ് എന്തായിത്തീരുന്നത്? സിയോനിലെ കല്ലായി തീർന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ശലോമോൻ ദേവാലയം പണിയുമ്പോൾ ആ ആലയത്തിൻ്റെ കല്ലുകളെല്ലാം തന്നെ വെട്ടുകുഴിയിൽ വെച്ച് ഒരുക്കിയതായിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിച്ചാട്ടെ. 1 രാജാക്കന്മാർ 6:7. 1 Kings chapter 6 verse 7. വെട്ടുകുഴിയിൽ വെച്ചു തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക വാക്ക്, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ല്. നിങ്ങളെല്ലാവരും അത് ആ ശബ്ദത്തെ ഒന്ന് നല്ലവണ്ണം ഒന്ന്, ശലോമോന്റെ ദേവാലയം, ഞാൻ പറഞ്ഞല്ലോ ശലോമോന്റെ ദേവാലയം ദൈവത്തിനും അത് വലിയ കല്ലുകൾ, അതിൻ്റെ ഹിസ്റ്ററി പറയുന്നത് വലിയ കല്ലുകളായിരുന്നു. ഓരോ കല്ലിനും 3 ടണ്ണും 4 ടണ്ണും 5 ടണ്ണും ഒക്കെ ഭാരമുള്ള കല്ലുകളാണ്. അന്ന് ഇതുപോലെ സിമെൻ്റ് ഒന്നുമില്ല. സിമെൻ്റ് ഇല്ലാത്തപ്പോൾ ഓരോ മൂലയ്ക്കും, കെട്ടുന്ന ഓരോ മൂലയ്ക്കും വലിയ ഭാരമുള്ള കല്ലുകൾ വെച്ചെങ്കിലേ മറ്റേ കല്ലുകൾ എന്ത് ചെയ്തുള്ളൂ, പിടിച്ചു നിർത്തത്തുള്ളൂ. അത് നീളമുള്ള ഭാരമുള്ള കല്ലുകൾ. അപ്പം വെട്ടുകുഴിയിൽ വെച്ച് തന്നെ അതിൻ്റെ കുറവുകൾ എന്ത് ചെയ്തു, തീർത്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം നാം ഈ ഭൂമിയിലാകുന്ന വെട്ടുകുഴിയിലാണ് കിടക്കുന്നത്. ഇവിടെ വെച്ച് കുറവ് തീർക്കുന്നത് പറയുന്നത് എണ്ണ പുരട്ടുക എന്നോ? നിങ്ങളൊന്ന് പറഞ്ഞാൽ കുറവ് തീർക്കുന്ന എണ്ണ പുരട്ടുക, അല്ലെങ്കിൽ കുറച്ച് ബട്ടറൊക്കെ ചേർക്കുകയാണോ? അല്ല പ്രിയമുള്ളവരെ, കുറവ് തീർക്കണമെങ്കിൽ എങ്ങനെയാണെന്നറിയാമോ? പല പ്രാവശ്യം വെച്ചിട്ട് എന്ത് ചെയ്യും, ഉളിക കൊണ്ട് നല്ലപോലെ അടിക്കും. അന്നേരം എന്താ എണ്ണയാണോ ഒഴിക്കുന്നത്? സഹോദരാ, വേദനയാ വരുന്നത്. സഹോദരി, വേദനയാ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന രോഗങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും എല്ലാം കുറവ് തീർക്കുന്ന പരിപാടിയാണ്. ഹല്ലേലൂയ. നിങ്ങളെ എവിടെ വയ്ക്കണം? ഇപ്പോൾ ആ മേസ്ത്രിയാകുന്ന പരിശുദ്ധാത്മാവിനറിയാം എവിടെ വയ്ക്കണം. നമ്മളല്ല മേസ്ത്രി ആരാണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനാൽ പണിതു വരുന്നു എന്നാണ് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്. അപ്പൊ എഫേസ്യ ലേഖനത്തിൽ ഇരുന്നപ്പോൾ നമ്മൾ ഇരുന്ന ആത്മാവിനിങ്ങനെ ആരാധിക്കാനും സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പം പിതാവും പരിശുദ്ധാത്മാവും കൂടെ പറയാം, ഇവനെ ഒക്കെ ശരിയായി, ഇപ്പോഴിവനെ മുറിക്കാൻ സമയമായി, മുറിക്കാൻ സമയമായി, ഇവന്റെ പുറത്ത് നല്ലൊരു ചുറ്റിയെ അടിക്കാനുള്ള സമയം ആയി. ചുറ്റി വരുമ്പം നമ്മൾ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. കർത്താവിന്റെ ദാസനെ, ഞങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ കണ്ടില്ലയോ, സാത്താൻ അവിടുന്ന് ഇവിടുന്ന്. അപ്പോൾ കർത്താവിന്റെ ദാസന് ഉപവാസ പ്രാർത്ഥന നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ചുറ്റിയടി പരിപാടി അങ്ങ് മാറ്റി. അപ്പോൾ കർത്താവിന് മനസ്സിലായി, പരിശുദ്ധാത്മാവ് മനസ്സിലായി, ശരി ഇവൻ ഇങ്ങനെ അടിച്ചാൽ ഇവൻ പരിപാടി ഉപവാസ പ്രാർത്ഥന കൊണ്ട് കരയാൻ തുടങ്ങും, ഇവനെ കരയിപ്പിച്ച് ഇത് എന്തിനായി കാശെന്ന്. അടുത്ത് വരുമ്പോൾ വേറൊരു കാറും ഈ കാറിന് ടക്കെന്നൊരു കൂട്ടിയിടിയായിരിക്കും. കൂട്ടിയിടിയായി കൈ ഒടിഞ്ഞു കിടക്കുക. ഇപ്പോഴേ മറ്റേത് ദൈവം ചെറിയൊരു ചുറ്റി അടിക്കാൻ തോന്നിയപ്പോഴെന്താ പറഞ്ഞത്? 4 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ഇപ്പൊ 8 ദിവസം ആശുപത്രി കിടക്കുക. നമ്മുടെ ഈ ശരീരത്തോട് നമുക്ക് വെറുപ്പ് വരുന്നത് വരെ കഷ്ടങ്ങൾ വന്നേ മതിയാകെയുള്ളൂ. ഈ ശരീരത്തിൽ തന്നെ നമുക്ക് വസിക്കാൻ ഒരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ ഡയബറ്റീസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ വലിയ വിഷമം. എന്നാൽ പഴയ നിയമത്തിൽ അല്ല, ആദിമകാലത്തുള്ള കർത്താവിന്റെ മക്കൾ എങ്ങനെയായിരുന്നു? 2 കൊരിന്ത്യർ 5-ാം അധ്യായം എടുത്താൽ, 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിച്ചാൽ, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ആമേൻ. ഈ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ എത്ര സ്നേഹിച്ച്, എത്ര ബോൺവിറ്റായും എത്ര നല്ല നല്ല ടോണിക്ക് കൊടുത്ത് കൊണ്ടുവന്നാൽ ഇത് കൂടാരമാണ്. ഇത് കൂടാരമാണ്.
ഞാൻ അത്ഭുതപ്പെടുന്നു, ഇത്രയും അടിയെല്ലാം കൊണ്ടിട്ടും വീണ്ടും ഞാൻ നടക്കുക. എത്ര ഒരു പ്രാവശ്യം അടിച്ച് 100-300 പേര് കൂടി അടിച്ച് ജഗാതിരി വലിച്ച് അടിച്ച് എല്ലാവരും കൂടെ ഞാൻ വേലക്കാരുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേലക്കാരുടെ യോഗം കഴിഞ്ഞ് അവർ RSS ശിവസേനക്കാരെല്ലാം കൂടെ വന്ന് പറഞ്ഞു ഇവിടെ ഒന്നും നടത്താൻ പാടില്ല. ഏതായാലും ഞാൻ അവരോട് മൈക്കി പറഞ്ഞു യോഗം നടത്തി കഴിഞ്ഞ് നിങ്ങൾ എന്നോട് സംസാരിച്ചുകൊള്ളുവേ എന്ന് പറഞ്ഞു. പത്രക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ യോഗം നടന്നു കഴിഞ്ഞ് വേലക്കാരോട് നിങ്ങൾ ആഹാരം കഴിക്കാൻ പോയി. അപ്പോൾ അവർ 100-300 പേര് ഞാൻ അവരെ സംസാരിച്ചപ്പോൾ അവരെല്ലാവരും കൂടെ വളഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ഞാൻ കട്ട് ഓഫ് ചെയ്തു. എന്നെ അടിച്ച് ഞാൻ താഴെ വീണ് കഴിഞ്ഞപ്പോൾ അവർ ചവിട്ടുകയും തൊഴിക്കുകയും എൻ്റെ സ്വെറ്ററും എല്ലാം വലിച്ചൂരി അത് കഴിഞ്ഞ് എന്നെ ഒരു കാല് പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുമ്പോഴെല്ലാം തൊഴിക്കുക. തൊഴിച്ചുകൂടി പിന്നെ അവർ ഇരുത്തി ഇവിടെ ഇങ്ങനെ തൊഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വാ തുറന്ന ഞാൻ അതുവരെ സ്തോത്രം പറഞ്ഞ ഇത്ര തുറന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്. പ്രാണൻ വിട്ടുപോയത് എനിക്ക് പോലെ തോന്നുമായിരുന്നു. ഞാൻ അങ്ങ് പിന്നെ അവരെന്നെ അവിടെ ഇട്ടേച്ച് അങ്ങ് പുറകോട്ട് പോയി. പിന്നെ സഹോദരന്മാരെല്ലാം കൂടെ വന്ന് എടുത്തുകൊണ്ട് പോയി അവിടെ ഒരു സ്ഥലത്ത് വെച്ച് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ നാടിയൊക്കെ നടക്കാൻ തുടങ്ങി. അത്ര എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ, അനങ്ങാനും വയ്യ, ഇത്രമാത്രമായി. എങ്കിലും ഇത്ര ഘോരമായി ഉപദ്രവിക്കപ്പെട്ടിട്ടും ഈ നെഞ്ചത്തൊക്കെ ചവിട്ടി നിർത്തി അവർ എത്ര വലിയ ഷൂ ഒക്കെ ഇട്ടാ തൊഴിക്കുക ചെയ്തെന്നറിയാം. ഇതൊരു പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. എന്നിട്ടും ഈ ശരീരം ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കൂടാരമാണ്. ഈ കൂടാരം ഇത് നമ്മളെ എത്ര ഇതിനെ നല്ല തീറ്റി പോറ്റിയാലും ഇതിൽ നിന്ന് വേർപെട്ട് പോകാനുള്ള ഒരു ആഗ്രഹം നമ്മൾക്ക് വരുന്നത് വരെ ഈ ഡയബറ്റിസ് വിടത്തില്ല, ഈ ബ്ലഡ് പ്രഷർ വിടത്തില്ല. അതുകൊണ്ട് സഹോദര സഹോദരി, ഡയബറ്റിസ് തന്നെ അനുഗ്രഹമാണ്. ഈ ബ്ലഡ് പ്രഷറോ ഡയബറ്റോ ഷുഗറിൻ്റേതോ ഇതെല്ലാം നമുക്കെന്താണ്? അനുഗ്രഹമാണ്. എൻ്റെ ഈ കൂടാരത്തിൽ നിന്ന് ഞാൻ പോകാനുള്ള കർത്താവ് ഈ കൂടാരത്തിൽ ഹല്ലേലൂയ എനിക്ക് നല്ലൊരു നിത്യഭവനം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളതായ പ്രതികൂലങ്ങൾ കൂടെ നമ്മെപ്പോലെ സുരക്ഷിതരാക്കിയവർ ഞാൻ പറഞ്ഞ ലോകത്തിൽ ആരുമില്ല. ഇന്ത്യയുടെ പ്രസിഡന്റ് ആകട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ആകട്ടെ, അവർ പോലും ഇത്ര സുരക്ഷിതരല്ല. ഞാനൊരു പ്രാവശ്യം ജമ്മു കാശ്മീർ ശ്രീനഗറിൽ കർത്താവ് മുസ്ലിങ്ങളുടെ ഇടയിൽ കർത്താവ് നല്ല വേലയ്ക്ക് വഴി തുറന്നിട്ടുണ്ട്. കൃപയാൽ രഹസ്യമായിട്ട് അവിടെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കർത്താവ് ഇറാനിൽ നിന്നും അവിടെ ഒക്കെ പോയി പഠിച്ചു വന്ന അവരുടെ മുസ്ലിങ്ങളുടെ വലിയ അവരുടെ ഈമാന്മാരെ മൗലവിമാരെ ഒരുക്കുന്ന അവരെ പഠിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ 10-11 പേരുടെ അടുത്തിൽ എനിക്ക് കർത്താവ് അല്പമായി വാതിൽ തുറന്ന് ഞാൻ അവരെ പഠിപ്പിക്കാൻ രഹസ്യമായിട്ട് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയപ്പോൾ അവർ വരുന്നതെല്ലാം മുസ്ലിം സ്കോളേഴ്സാണ്. എല്ലാവരും അവർ എല്ലാം ഇറാനിലും മറ്റിടത്തെല്ലാം പോയി പഠിപ്പിച്ചിട്ട് അങ്ങനെ വന്നവരാണ്. അങ്ങനെ വന്നവരോട് രഹസ്യമായി കർത്താവ് അങ്ങനെ വാദിച്ചു. അവർ ചിലരല്ല കൂടുതൽ ഭാഗം പേരും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ഒരുക്കത്തോടെ മുക്കാലും സ്വീകരിച്ച രീതിയിൽ എന്നാൽ ഞാൻ അവരെ രഹസ്യമായി വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിവുള്ളവർ, നല്ല നോളജ്, അറബി, ഇംഗ്ലീഷ്, മറ്റുള്ളതെല്ലാം നല്ലോണം അറിയാവുന്ന അവരുടെ ഇടയിൽ ഇങ്ങനെ രഹസ്യമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഭവനത്തിൽ വെച്ചാണ് റേഡിയോ കാശ്മീർ നടത്തുന്ന അതിൻ്റെ ഒരു ഡയറക്ടർ മുസ്ലിമാണ്. അവരുടെ വീട്ടിൽ വെച്ച് രഹസ്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ 6 ദിവസമായിരുന്നു ഈ യോഗം നടന്ന ക്ലാസ്. രാവിലെയും വൈകിട്ടും ഞാൻ അവർക്ക് ഇങ്ങനെ ടീച്ചിങ് മാത്രം കൊടുക്കുകയാണ്, മറ്റാർക്കും വരുവാനില്ല. അപ്പോൾ എങ്ങനെയോ വിവരം അറിഞ്ഞിട്ട് എന്നെ വെടിവെക്കാൻ ഉഗ്രവാദികൾ അവിടെ വന്നു. ഉഗ്രവാദി ആര്? അപ്പോൾ ഞാനത് അറിയുന്നില്ല. രാവിലെ ഞാൻ ക്ലാസ് എടുത്തു, ഉച്ചയ്ക്ക് ഞാൻ അല്പം വിശ്രമിക്കാനായിട്ട് പോയി. വന്നപ്പോൾ അവർ പറഞ്ഞു നിന്നെ വെടിവെക്കാൻ 2 പേര് വന്നിരുന്നു. അവർക്ക് 5 ലക്ഷം വീതം പറഞ്ഞിരുന്നു. അവർ ഈ കോട്ട് പോലൊരു കോട്ട്, കാശ്മീരിൽ ഫറൻ എന്ന് പറയും, ആ കോട്ടിനകത്ത് റിവാൾവറും വെച്ചുകൊണ്ട് അവരിങ്ങനെ വന്നത്. അപ്പം ഞങ്ങൾ വലിയ കൂട്ടിൽ ഒരു മുറിയിലാണ്, ഒരു വിസ്താരമുള്ള മുറിയിലാണ്. ഞാൻ കസേരയിൽ നിന്ന് അവരെ പഠിപ്പിക്കുന്നു. അവരും ചുറ്റുപാടും അങ്ങനെ കസേരകളിലിരിക്കുന്നു. ഇവിടെ വന്ന് അവൻ അവൻ്റെ പിസ്റ്റൽ അവരുടെ 2 പേരുടെയും പോക്കറ്റിലായിരുന്നു. അവർ ഈ പിസ്റ്റൽ എടുത്ത് ഇങ്ങനെ വലിക്കാനായിട്ട് നോക്കുമ്പം ഈ പിസ്റ്റൽ വെളിയിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. കൈ ഇങ്ങനെ ഇരിക്കുക. എത്ര ശ്രമിച്ചിട്ടും അവർ പോക്കറ്റിൽ കിടക്കുന്ന പിസ്റ്റലിനെ പിടിക്കാൻ അവർക്ക് കഴിയുന്നില്ല. വിരലല്ല, ഇങ്ങനെയാണ്. 2 പേരാവുന്ന ശ്രമിച്ചു. ഒടുവിൽ അവർ പറഞ്ഞു പോയി, ഇത് ഭയങ്കര ശക്തിയുള്ള ആളാണ്.
ഞാൻ തിരിച്ചു വന്നപ്പോഴാണ്, ഞാൻ വൈകിട്ട് വന്നപ്പോഴാണ് അവർ പറയുന്നത്, ഇവർ പറഞ്ഞു ഇത് ഭയങ്കര, അവർ വിചാരിക്കുന്നത് എൻ്റെ മന്ത്രവാദം ഏതാണ്ടുണ്ടെന്നാ. എൻ്റെ ശക്തി ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ വെടിവെക്കാനായിട്ട് വന്നിട്ടും അവർക്ക് എന്ത് കഴിയുന്നില്ല, പിസ്റ്റളെ പിടിക്കാൻ കഴിയുന്നില്ല. ഒരു പ്രാവശ്യം എൻ്റെ ഇവിടെ കൊണ്ട് ഗണ്ണ് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട്, ഇപ്പം ഇതിനെ വെടിവെക്കും, ഇവിടെ വെച്ച് പ്രസ് ചെയ്ത് ഇത് പഠിച്ചിട്ട് അങ്ങനെ എത്ര ഉണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോലെ സുരക്ഷിതരായവർ ഒരുത്തരും ഈ ഭൂമിയിലില്ല. കാരണം നമ്മെ എവിടെ വെച്ചിരിക്കുന്നത്? യോഹന്നാന്റെ ശേഷം 10-ാമത്തെ പറഞ്ഞ അവന്റെ കൈകളിൽ വെച്ചിരിക്കുക. ഹല്ലേലൂയ. അവന്റെ കൈ പിതാവിന്റെ കൈ. അപ്പം പിതാവിന്റെ കൈ താഴെ, യേശുവിന്റെ കൈ മുകളിൽ, അതിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ അവിടുന്ന് ആർക്ക് നമ്മളെ തൊടാൻ കഴിയും? അപ്പം ഡയബറ്റീസ് വന്നത് ആരറിഞ്ഞിട്ടാ? പിതാവ് അറിഞ്ഞിട്ടാ. ഷുഗർ വന്നത് പിതാവ്. അപ്പോൾ ഷുഗർ തുടങ്ങിയപ്പോൾ മുതലേ സ്തോത്രം തുടങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ വിശ്വാസം വർദ്ധിച്ചു കഴിയുമ്പോൾ മരുന്നൊക്കെ വലിച്ചെറിഞ്ഞേക്കണം. ഇപ്പോഴേ മരുന്ന് എറിയാനല്ല പറയുന്നത്. ഉടനെ ഇപ്പോൾ ഇങ്ങോട്ട് ബൈബിൾ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ചെന്ന് ഒരു ഇമോഷൻ, അതിന് മലയാളത്തിൽ എന്താ പറയുന്നത്, ഇമോഷൻ, ഒരു വികാരം ഉണ്ടാക്കി, ഒരു പുറമേയുള്ള ഉണർവുണ്ടായി ഞാൻ മരുന്നെല്ലാം എടുത്തെറിയുന്നു. അങ്ങനെയല്ല. കർത്താവ് ക്രമേണ 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 വളർച്ച പ്രാപിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നൊക്കെ ഈ കുഞ്ഞുങ്ങളൊക്കെ വോക്കർ കണ്ടിട്ടുണ്ടല്ലോ, വോക്കർ എങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, അതായത് അത് കുഞ്ഞ് കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ വോക്കറൊന്നും വേണ്ട, പിടിച്ചുകൊണ്ട് കുഞ്ഞ് നടക്കാൻ തുടങ്ങും. അതുപോലെ ഇപ്പോഴുള്ള മരുന്നൊക്കെ ഒരു വിശ്വാസത്തിൽ വിശ്വാസത്തിൻ്റെ അകത്തെ മനുഷ്യൻ്റെ നരമ്പുകളൊക്കെ ഒന്ന് സ്റ്റഡി ആയി കഴിഞ്ഞോ പിന്നെ നമുക്ക് വോക്കർ പിടിക്കാൻ മനസ്സ് വരത്തില്ല. പിന്നെ എടുത്തു കളഞ്ഞാൽ മതി. അല്ലാതെ പെട്ടെന്നൊരു സമർപ്പണം ചെയ്തൊരു അന്ന് എടുത്തു കഴിഞ്ഞാൽ കാര്യം നടക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവേ ബലം തരണമേ. നമ്മുടെ കർത്താവ് അത്ര ക്ഷമയുള്ളവനാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ നല്ല പിതാവായി നമ്മളെ വളർത്തുവാൻ മതിയായുള്ളതുകൊണ്ട് നമ്മുടെ ഒരു നിയമം കൊണ്ടല്ല, കർത്താവേ എനിക്ക് ബലം തരണമേ, എനിക്ക് ബലം തരണമേ, എനിക്ക് ബലം തരണമേ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ നമ്മൾ എല്ലാ കാര്യത്തിലും. അപ്പൊ ഈ നൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം വീണ്ടും വായിച്ച 2 കൊരിന്ത്യർ 4:17 വായിച്ചാൽ 17-18. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചാൽ. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇനിയും നമ്മൾ ഈ സഭയുടെ കാര്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ട് ഈ കല്ലുകളുടെ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നോക്കാനായിട്ട് അതിൻ്റെ വെളിപ്പാട് പുസ്തകം 21-ന്റെ 10-11 വായിച്ചാൽ, 9, 10, 11 വായിച്ചാൽ. വെളിപ്പാട് പുസ്തകം 21-ന്റെ 9, 10, 11. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ തേജസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായ സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. ഹല്ലേലൂയ. ഈ സൂര്യകാന്ത കല്ല് ആരാണെന്നറിയാമോ? ഞാനും നിങ്ങളുമാണ്. ഹല്ലേലൂയ. നമ്മുടെ മൺമയമായ സ്വഭാവമെല്ലാം മാറി. ഹല്ലേലൂയ. നമ്മുടെ മൺമയമായ സ്വഭാവമെല്ലാം മാറി നാം തേജസ് നിറഞ്ഞവരായി സൂര്യകാന്തമായി നമ്മളെ മാറ്റുന്നത് എവിടെയാണ്? ഈ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ മാത്രമാണ്. ഹല്ലേലൂയ. നമ്മുടെ കുറവ് തീർക്കുക. ശലോമോൻ പണിത ദേവാലയത്തിന്റെ കല്ലുകളെല്ലാം എന്തായിരുന്നു? അപ്പോൾ ഇന്നു മുതൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ഏതെങ്കിലും പ്രയാസങ്ങൾ, ഏതെങ്കിലും ചുറ്റികയുടെ അടിയോ, ഏതെങ്കിലും കഷ്ടങ്ങൾ വരുമ്പോൾ
ചിന്തിക്കേണ്ടത് എന്താണ്? എൻ്റെ കുറവ് തീർക്കുക. അങ്ങനെ മനസ്സിലാകുമ്പോൾ മാത്രമേ റോമാലേഖനം 8:28 സന്തോഷിക്കാനൊക്കെയുള്ളൂ. റോമാലേഖനം 8:28 വായിച്ചാട്ടെ. അങ്ങനെ വരുമ്പോൾ റോമാലേഖനം 8:28 സന്തോഷിക്കാനിടയാവും. റോമർ 8:28. 8:28 വായിച്ചാൽ. 28 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സകലതും നന്മയ്ക്കായി. ഹല്ലേലൂയ. എന്താണ് സകലതും? ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ പരിജ്ഞാനമുള്ളവരായി ഇത് സ്വീകരിക്കണം. അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നുവെങ്കിൽ അത് നന്മയ്ക്കായിട്ടാണ്. അതെങ്ങനെ? ഒരു പക്ഷെങ്കിൽ ദൈവം നമ്മളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളെ ഓരോ ദിവസവും പിടിച്ച് നടത്തുന്നവൻ ആരാണ്? യൂദായുടെ പുസ്തകം അതിൻ്റെ 24 വാക്യം വായിച്ചാണ്. യൂദാ 24. യൂദായുടെ പുസ്തകം ദ ബുക്ക് ഓഫ് ജൂദ് 24. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ശിശുക്കളോടല്ല വചനം പറയുന്നത്, ആത്മാവിൽ വളർച്ച പ്രാപിച്ചവരോടാണ്. ആ രീതിയിൽ ഇതെടുക്കണം. നമ്മളെ കരം പിടിച്ച് നടത്തുന്നത് ആരാണ്? നമ്മുടെ കർത്താവ്. സഹോദര സഹോദരി, കർത്താവിൻ്റെ ദാസനെ, നീ എവിടെയെങ്കിലും തെറ്റി വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ടാ? നീ തന്നെ നടക്കാൻ നോക്കിയപ്പോൾ കർത്താവ് ഒന്ന് വിട്ടു. കർത്താവ് വിട്ടതുകൊണ്ട് മാത്രമാണ് നീ തെറ്റി വീണത്. കർത്താവ് വിട്ടത് എന്താ? ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ തോന്നുമ്പോൾ നിനക്ക് അങ്ങോട്ട് പോകണമെന്നൊരാഗ്രഹം. കർത്താവ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ തോന്നിയപ്പം നിനക്ക് എങ്ങോട്ട് പോകണം? കർത്താവ് വലിച്ചു നോക്കിയെടുക്കുകയും ഇല്ല, നിനക്ക് അങ്ങോട്ട് പോകണം. അപ്പം കർത്താവ് ഒന്ന് വിട്ടു. നീ അവിടെ ചെന്ന് മൂക്കുത്തി വീണു. ഹല്ലേലൂയ. എന്നാലും നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല കർത്താവ്. ആ വീണടത്ത് കിടന്നുകൊണ്ട് ഹല്ലേലൂയ നീ കരഞ്ഞാൽ ഹല്ലേലൂയ അവൻ നിന്നെ ഉണർത്തുവാൻ മതിയായവനാണ്, എടുത്തുകൊള്ളുവാൻ മതിയായവനാണ്. വീഴാതെ വണ്ണം ഞാൻ ഒരു സംഭവം പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഫിലിപ്പീൻ രാജ്യത്ത് വേലക്കാർക്ക് വേണ്ടി അവിടെ സ്പെഷ്യലായിട്ടൊരു സെമിനാർ നടത്തുക. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞതുപോലെ ഞാൻ അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തു. ഫിലിപ്പീനിൽ ആയിരക്കണക്കിനാണ് അവിടുത്തെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഓവർസിയർ, ഫിലിപ്പീൻ ദേശത്തിൻ്റെ ഓവർസിയറായിരുന്ന ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ ഒരു കർത്താവിൻ്റെ ദാസനായിരുന്നു അതിൻ്റെ കോർഡിനേറ്ററായിട്ടിരുന്നത്. ഞാൻ എനിക്ക് അമേരിക്കയിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം കൊണ്ട് ഉപയോഗിച്ച് അവർക്ക് വന്ന് താമസിക്കാനും ആഹാരത്തിനുള്ളതായ പണത്തിൻ്റെ എല്ലാ ചിലവ് ഞാൻ കർത്താവിനോട് പറഞ്ഞു. ഫിലിപ്പീൻ ദേശത്തുള്ള വേലക്കാർക്കെല്ലാം കൂടെ ഒരു വലിയ വർക്കേഴ്സ് സെമിനാർ നടത്താൻ പറഞ്ഞു. അപ്പം അതിനുള്ള ചിലവെല്ലാം നീ വഹിക്കണം. അപ്പോൾ ഞാൻ ആരോടും ചോദിച്ചില്ല അമേരിക്കയിൽ എനിക്ക് പണം വേണം. അപ്പോൾ എനിക്ക് തന്ന ഗിഫ്റ്റുകൾ ആ വർഷം കിട്ടിയത് അവിടെ നിന്ന് കിട്ടിയത് മുഴുവനും ഞാൻ അതിനുവേണ്ടി ഉപയോഗിച്ചു. അത് മതിയായിരുന്നു. എല്ലാം ഉപയോഗിച്ച് അവർക്ക് എല്ലാവർക്കും താമസിക്കണം. അപ്പോൾ അവിടെ എല്ലാ വേലക്കാരും അപ്പോൾ 10 വർഷത്തിൽ കൂടുതൽ കർത്താവിൻ്റെ വേല ചെയ്തവർ മാത്രമേ വരാൻ പാടുള്ളൂ. വേലക്കാരെല്ലാവരും വരാൻ പാടില്ല. വേലയിലായിട്ട് 10 വർഷം കൂടുതൽ. അപ്പോൾ അവർ തന്നെ 10 വർഷം കൂടുതലായ അവിടെ ഫിലിപ്പീൻസിൽ കൂടുതൽ അസംബ്ലീസ് ഓഫ് ഗോഡ് വരാൻ കൂടുതൽ. അതുകൊണ്ടാണ് അസംബ്ലീസ് ഓഫ് അവിടുത്തെ ഓവർസീരായിരുന്ന ഫെർണാണ്ടിനസിന് ആ ഉത്തരവാദിത്വം കൊടുത്തത്. വലിയ ആൾക്കൂട്ടമായിരുന്നു. അവർക്കെല്ലാം താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഒത്തിരി രൂപ ചിലവായതാണ്. അവർക്കെല്ലാം താമസിക്കാനുള്ള എല്ലാ സൗകര്യവും, കോൺഫറൻസ്, നല്ല ഹാളും, ആഹാരമെല്ലാം കോൺട്രാക്റ്റായിട്ട് കൊടുത്തു. എല്ലാം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവരുടെ ശുദ്ധീകരണം, പുരോഹിത ശുശ്രൂഷ എന്നുള്ള വിഷയമെടുത്ത് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ
ഞാൻ രാവിലെ എൻ്റെ മുറിയിൽ പ്രാർത്ഥിച്ചിടുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ഇവരെല്ലാം സന്ദർശിക്കാൻ പോവുകയാണ്, ഞാൻ വന്ന് ക്ലാസ് എടുക്കും, അവരെല്ലാം യഥാസ്ഥാനപ്പെടുത്തുവാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു ദർശനം കണ്ടത്, ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനം കണ്ടു. അല്ല, ബൈബിൾ ക്ലാസ് എടുക്കുന്നതിന് മുൻപേ രാവിലെ ഒരു ദർശനം കണ്ടു. ദർശനത്തിൽ ഇങ്ങനെയാണ്, ഒരുപാട് വണ്ടികൾ ഓടുന്നു. അപ്പോൾ ഓടുന്നതിനിടയിൽ കുറച്ച് വണ്ടികൾ ഏറ്റുമുട്ടി ഉരസി നിൽക്കുന്നു. കുറച്ചതിൻ്റെ പഞ്ചർ പോയി, വീലെല്ലാം പഞ്ചർ കിടക്കുന്നു. അപ്പോൾ ഈ വണ്ടികളെല്ലാം പെട്ടെന്ന് റിപ്പയർ ചെയ്ത് പെട്ടെന്ന് ഓരോ വണ്ടികൾ അങ്ങ് ഓട്ടമാണ്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ഹൈവേയിൽ ഒരു പഞ്ചറായ വണ്ടി റിപ്പയർ ചെയ്യാതെ കിടക്കുകയില്ല, എല്ലാം റിപ്പയർ ചെയ്ത് ഓടും. ഇടമുട്ടിയതും അത് മുട്ടിയതും എല്ലാം പെട്ടെന്നെല്ലാം. അങ്ങനെ ഞാനിത് നോക്കുമ്പോൾ പല വണ്ടികൾ അങ്ങ് കുഴിയിൽ വീണ് കിടക്കുക. അപ്പോൾ കുഴിയിൽ വീണ് കിടക്കുന്ന വണ്ടികളെയും ക്രെയിൻ വന്നിട്ട് എടുത്തും കൊണ്ട് അതും റിപ്പയർ ചെയ്ത് ഓട്ടമാണ്. അപ്പോൾ ഞാൻ നോക്കിയാൽ വളരെ താഴ്ചയിൽ ഒരു വണ്ടി കിടക്കുന്നു. ഞാൻ വിചാരിച്ചു ഈ വണ്ടിയെ എടുക്കുകയില്ലായിരിക്കും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നീളമുള്ള ഒരു വിഞ്ച്, ഈ വിഞ്ചിന് മലയാളത്തിൽ എന്താ മനസ്സിലാകുന്നല്ലോ, ഇരുമ്പ് ചങ്ങല പോലുള്ളത് വന്നിട്ട് ക്രെയിൻ വന്നിട്ട് അതിൻ്റെ അടുക്കിലേക്ക് പോവുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ആ വണ്ടിയുടെ എവിടെയാണ് അത് കൊളുത്തി മൂപ്പോട്ട് എടുക്കുന്ന നോക്കുമ്പോൾ ബ്രോക്കൺ ഹാർട്ട്, തകർന്നതും നുറുങ്ങിയ ഹൃദയം. ആ തകർന്നതും നുറുങ്ങിയ ഹൃദയത്തിൽ ആ ഹൂക്കിട്ടിട്ട് ആ വണ്ടിയെയും പൊക്കി റോഡിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഓട്ടത്തിൽ എവിടെയെങ്കിലും അല്പമായി ഇടത്തോട്ടോ വലത്തോ പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ വിട്ടുകളഞ്ഞിട്ടില്ല. നിങ്ങളുടെ ആദ്യത്തെ സമർപ്പണം ഓർമ്മയുണ്ട്. നിങ്ങൾ വേലയ്ക്കിറങ്ങിയപ്പോൾ, കർത്താവിനെ പിൻപറ്റാൻ ഇറങ്ങിയപ്പോൾ ഇറങ്ങിയതെല്ലാം അവൻ ഓർമ്മയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ നാം അല്പമായി അവിടെ ഇവിടെയോ പോയി അല്പം മുട്ടുകുത്തി വീട് പോയെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, നീ എന്നെ കുറവ് തീർക്കുന്നവനാണല്ലോ, എൻ്റെ സ്വന്തം ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ പോയിട്ടാണല്ലോ അങ്ങനെ ആയിപ്പോയത്, ഞാനിതാ നിന്റെ സന്നിധിയിലായിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അല്പനേരം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഗൗരവമായി പ്രാർത്ഥിക്കാം. ഇതൊരു പുറമേയുള്ള ഉണർവിൻ്റെ യോഗമല്ലല്ലോ, ഇതൊരു ഉണർവ് യോഗമല്ലല്ലോ. നമ്മൾ ദൈവത്തിൻ്റെ വചനം ഓരോന്ന് മനസ്സിലാക്കി നമ്മളെ തന്നെ ഒരുക്കുന്ന ദൈവത്തിൻ്റെ സ്ഥലമാണ്. അപരിശുദ്ധാത്മാവാകുന്ന ആ വിഞ്ച്, ആ ക്രെയിൻ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവാകുന്ന ക്രെയിൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. നമ്മളെ വീഴാതെ വണ്ണം നിർത്തുന്നത് അവനാണ്. പ്രിയ സഹോദരനെ, സഹോദരിയെ, കർത്താവിൻ്റെ ദാസനെ, നിന്റെ സമർപ്പണത്തിൽ നിന്ന്, ആദ്യകാലത്തുണ്ടായ സമർപ്പണത്തിൽ നിന്ന് അല്പമെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടണ്ട. ഇതാ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മെ ഓരോരുത്തരെ സ്നേഹിച്ചുകൊണ്ട്, ഓരോരുത്തരെ വ്യക്തിപരമായി സ്നേഹിച്ചുകൊണ്ട് ഇതാ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. അവനോട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഹല്ലേലൂയ. തകർന്ന ഹൃദയം ഉണ്ടാകട്ടെ, അത് മാത്രം മതി. ഒരു തകർന്ന ഹൃദയം. കർത്താവേ, ഞാൻ തകർന്ന ഹൃദയത്തോടെ നിന്റെ അടുക്കിലേക്ക് വരുന്നു. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഞാൻ ചെയ്ത സമർപ്പണം നീ ഓർക്കുന്നല്ലോ. ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ആഗ്രഹിച്ചു നീ ഓർക്കുന്നല്ലോ. അതിനുശേഷം അല്പം മങ്ങല് പോലൊക്കെ വന്നു. എന്നാൽ ഇതാ ഞാൻ എന്നെ തന്നെ നിന്റെ സന്നിധിയിൽ വയ്ക്കുന്നു. ഈ ഒടുവിലത്തെ കാലത്ത് ഞാനിതാ ഓടുവാനായി എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ നിർത്തിയത് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടട്ടെ. ദൈവദാസന്മാരെ, നമ്മൾ ലജ്ജിക്കരുത്. ദാസിമാരെ, നമ്മൾ ലജ്ജിക്കരുത്. ഇവിടെ ആരും മിടുക്കന്മാരില്ല. നമ്മളെല്ലാം ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ്. ഹല്ലേലൂയ. ഓടി ജയിച്ചവരാരുമില്ല.
ഞാനും ഓടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളേ. ഹല്ലേലൂയ. ഓടി ജയിച്ചവരാരുമില്ല. നാം എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാലിന് അല്പം മുടന്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ മുടന്ത് മാറട്ടെ. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു മുടന്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ മുടന്ത് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ മുടന്ത് മാറി ഓടുവാൻ, ഹല്ലേലൂയ, ഉന്നതികളിന്മേൽ നടക്കുവാൻ, ഹല്ലേലൂയ,